സർ മ്യൂട്ടാണ്. സോറി മ്യൂട്ട് ആയിരുന്നല്ലേ. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. ഈ വർഷം പ്രിലിംസ് എഴുതുന്ന വിദ്യാർത്ഥികളെ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു സെഷനാണ് നമ്മളിപ്പോൾ ഇവിടെ ആരംഭിക്കുന്നത്. വളരെ പെട്ടെന്ന് നമ്മൾ ഈ സെഷൻ അതിൻ്റെ പരിസമാപ്തിയിലേക്ക് കടക്കും. നമ്മൾ അവസാന ഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത് നമ്മൾ ചർച്ച ചെയ്യും. നമ്മളോടൊപ്പം പ്രിലിംസിന് ബാക്ക് ടു ബാക്ക് പ്രിലിംസ് പാസ്സായിക്കൊണ്ടിരിക്കുന്ന വ്യക്തിത്വങ്ങൾ ജോയിൻ ചെയ്യുന്നുണ്ട്. ശ്രീ സന്ദീപ് നമ്മുടെ അബ്സല്യൂട്ടിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ്. അദ്ദേഹം ഏതാണ്ട് 7 തവണ പ്രിലിംസ് പാസ്സായ ആളാണ്. അദ്ദേഹം ഇപ്പോൾ ജോയിൻ ചെയ്യുന്നുണ്ട്. ഒപ്പം നമ്മളുടെ ക്വസ്റ്റ്യൻസിന്റെ ഒരു അപ്രോച്ച്, അതിൽ ചില സ്ട്രാറ്റജീസ് എങ്ങനെ വർക്കൗട്ട് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് മുഹമ്മദ് നമ്മളോടൊപ്പം ചേരും. അദ്ദേഹവും ചില കാര്യങ്ങൾ നമ്മളോട് ചർച്ച ചെയ്യും. അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും ആദ്യമേ നേരുകയാണ്. നമ്മളുടെ പ്രിലിമിനറി എക്സാമിന് ഇനി നമ്മളുടെ മുമ്പിൽ ഏതാണ്ട് ഒരു 5 days ആണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ ഈ 5 days ഏറ്റവും ക്രൂഷ്യലാണ്. നാളെയും അതുപോലെ തന്നെ വ്യാഴാഴ്ചയുമായിട്ട് നമ്മൾ 12 മണിക്കൂർ 12 hours ഒരു വർഷത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. നാളെ മോർണിംഗ് 7:30 to 10:30 ഈവനിങ് 6:30 to 9:30 നമ്മുടെ ആ സെഷൻ പ്ലാൻ ചെയ്യുന്നത്. അത് കൃത്യമായിട്ടും അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ തേഴ്സ്ഡേയും ഈ രീതിയിൽ തന്നെയായിരിക്കും. അത് നിങ്ങൾ കൃത്യമായിട്ടും അറ്റൻഡ് ചെയ്യുക. ഇതിനകം തന്നെ പ്ലേസസ് ഇൻ ന്യൂസ് ഈ വർഷം വന്നത് ഒരു ഫയലായിട്ട് നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഒരു 3-4 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അതിൽ നിന്ന് ഈസി ആയിട്ട് കിട്ടാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും അത് നോക്കുക. കിട്ടാത്ത ആളുകൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഒരു 2 ദിവസം ബാക്കിലേക്ക് പോയാൽ മതി, കിട്ടും. അപ്പം ഒരു വർഷത്തെ ഫുൾ കറണ്ട് അഫയേഴ്സ് ഇന്ന് നമ്മുടെ ടെലഗ്രാം ചാനലിൽ അതിന്റെ പ്രിസൈസ് ആയിട്ടുള്ള ഫയൽ, അധികം പേജസിലില്ല, പ്രിസൈസ് ആയിട്ടുള്ള ഫയൽ ഇന്നിപ്പോൾ ടെലഗ്രാം ചാനലിൽ ഇടുന്നുണ്ട്. അതും നിങ്ങളൊന്ന് ഓടിച്ച് നോക്കുക. അത് തന്നെയാണ് എൻ്റെ സെഷനിലും വരുന്നത്. ഞാനും നാളെയും വ്യാഴാഴ്ചയും ആയിട്ടുള്ള സെഷനിൽ അതാണ് നോക്കുക. ഈ ഒരു സമയത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് തന്നെയാണ്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളുടെ മോക്ക് ടെസ്റ്റ് നമ്മൾ ഇവിടെ വെച്ച് നടത്തിയിരുന്നു, തിരുവനന്തപുരം വിമൻസ് കോളേജിൽ വെച്ച്. അപ്പൊ അതിൽ പങ്കെടുത്തപ്പോൾ ചിലരൊക്കെ പറഞ്ഞു UPSCയുടെ ചില കീ വേർഡ്സ്, ഇപ്പൊ നോട്ട് എന്നുള്ള വേർഡ് ശ്രദ്ധിച്ചില്ല, അങ്ങനെ ഉത്തരം തെറ്റി, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ മനസ്സിലാക്കുന്നതിലുള്ള ചില പോരായ്മകൾ വന്നു, അതിനകത്തുണ്ടായിരുന്ന ചില കീ വേർഡ്സ് ശ്രദ്ധിക്കാൻ പറ്റിയില്ല, അങ്ങനെ കുറെ മാർക്ക് നഷ്ടമായി എന്നുള്ളത് പലതും പറഞ്ഞു. അപ്പൊ ഈ ഒരു എക്സാം നിങ്ങളുടെ പ്രസൻസ് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ മെന്റൽ ഹെൽത്ത്, മെന്റൽ സ്റ്റാമിന ഒക്കെ ടെസ്റ്റ് ചെയ്യുന്ന എക്സാം ആണ്. ഈ 2 മണിക്കൂർ തലേദിവസം നന്നായിട്ട് ഉറങ്ങുക, ആവശ്യത്തിന് വെള്ളമൊക്കെ നേരത്തെ കുടിക്കുക, ബോഡി ഡീഹൈഡ്രേറ്റഡ് ആവാണ്ട് നോക്കുക. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ അവസാന ഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒരു മണിക്കൂർ മുമ്പെങ്കിലും നിങ്ങൾ ഗേറ്റിനകത്ത് പ്രവേശിച്ചിരിക്കണം. 1/2 മണിക്കൂർ മുമ്പ് ഗേറ്റ് അടയ്ക്കും, അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മുടെ ഒരു പ്ലാനിങ് വെച്ച് നോക്കിയാൽ ചിലപ്പോൾ സമയത്ത് അവിടെ എത്തിച്ചേരാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് എക്സാം സെന്ററിൽ ഒരു മണിക്കൂർ മുമ്പെങ്കിലും, 9:30-ക്കാണ് എക്സാം എങ്കിൽ ഒരു 8:30, 8:45 മാക്സിമം ആ സമയത്തിനുള്ളിൽ നിങ്ങൾ അവിടെ എത്തിച്ചേരാൻ നിങ്ങൾ ശ്രമിക്കണം. പിന്നെ നമ്മളുടെ കറണ്ട് അഫയേഴ്സ് റിവിഷൻ ലാസ്റ്റ് ഒരു 2 days കറണ്ട് അഫയേഴ്സ് റിവിഷനിലേക്ക് ശ്രദ്ധ കൊടുക്കണം. കാരണം നമ്മുടെ മെമ്മറിയിൽ എന്നാൽ മാത്രമേ നിൽക്കത്തുള്ളൂ. പ്രത്യേകിച്ചും സാറ്റർഡേ ഫ്രീ ആക്കി ഇടുന്നവരുണ്ട്, സാറ്റർഡേ ഉച്ച വരെ പഠിച്ച് ഉച്ച കഴിഞ്ഞ് ഫ്രീ ആക്കുന്നവരുണ്ട്. പിന്നെ കുറെ ആളുകൾക്ക് സാറ്റർഡേ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം ആണ്. അപ്പോൾ വളരെ ശാന്തമായി നിങ്ങൾക്ക് വേണ്ട ഡോക്യുമെന്റ്സ്, എഴുതാനുള്ള ബോൾ പെൻസ് ഇതെല്ലാം കളക്ട് ചെയ്ത് വെക്കുക. പ്രിന്റ് ഔട്ട്സ് നേരത്തെ തന്നെ എടുത്ത് വെക്കുക. പിന്നെ ഇനിയുള്ള ദിവസങ്ങളിലും നിങ്ങൾ റിവിഷനിലേക്ക് പോകുക. നിങ്ങൾ ഏത് ഏരിയയിലാണോ വീക്ക് ആ ഏരിയ കൃത്യമായിട്ടും റിവൈസ് ചെയ്യുക. സന്ദീപ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നു. സന്ദീപിലേക്ക് ഞാൻ പോവുകയാണ്. വെൽക്കം സന്ദീപ്. സന്ദീപ് ബാക്ക് ടു ബാക്ക് ഒരു 7ഓളം പ്രിലിംസ് പാസ്സായ ആളാണ്. സന്ദീപിന് ഇവർക്ക് വേണ്ട ഒരു അഡ്വൈസ് നൽകാം. സന്ദീപ് കേൾക്കാമോ? കേൾക്കുന്നുണ്ടോ സാറേ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ സാറേ? ഹലോ. ഈ തവണ പ്രിലിം എഴുതുന്ന ആളുകളാണ്. അപ്പൊ അവർക്ക് വേണ്ട ഒരു സന്ദീപിന്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ബാക്ക് ടു ബാക്ക്
സാറേ കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ സാറേ? കേൾക്കാം കേൾക്കാം കേൾക്കാം. കേൾക്കുന്നുണ്ടല്ലേ? അപ്പോ ബേസിക്കലി നമ്മളിപ്പോ അവസാനത്തെ ആഴ്ചയെ സംബന്ധിച്ചിടത്തോളം പക്ഷേ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള പീരീഡാണ്. അപ്പോൾ അതിൽ നമുക്ക് ചെയ്യാം. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത് തന്നെയാണ്. ഈ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം കോൺഫിഡൻസ് ഉണ്ടാക്കാൻ പറ്റുമോ അത്രയും കോൺഫിഡൻസോട് കൂടി നമ്മൾ ഈ ഒരാഴ്ച ഇരിക്കുക എന്നുള്ളതാണ്. ഡിസ്ട്രാക്റ്റഡ് ആവാതിരിക്കുക, ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ഡിസ്ട്രാക്റ്റഡ് ആവാതിരിക്കുക. കാരണം നമ്മൾ ഇത്രയും കാലം പഠിച്ചതിന്റെ ഒരു കൾമിനേഷൻ ആണ് ഈ ഇനി വരാൻ പോകുന്ന ആഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യങ്ങളിലേക്ക് ഡിസ്ട്രാക്റ്റഡ് ആവാതെ തന്നെ വളരെ ഫോക്കസ്ഡ് ആയിട്ട് തന്നെ കുറച്ചുകൂടി സ്പിരിച്വൽ ആവാൻ സാധിക്കുമെങ്കിൽ സ്പിരിച്വൽ ആവുന്നതിൽ ഒരു തെറ്റുമില്ല. ഏഹ് കുറച്ചുകൂടി സ്പിരിച്വൽ ആവുക. ഈ ഒരാഴ്ച അത്രയും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരാഴ്ച ആയതുകൊണ്ട് തന്നെ മറ്റു കാര്യങ്ങളെല്ലാം ഒന്ന് പറ്റുമെങ്കിൽ ഒന്ന് മാറ്റി വെക്കുവാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഈ നമ്മൾ ഈ ഡിസ്കഷനും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അത് കൂടുതലായിട്ട് ഒരു ഡിസ്കഷൻ പോയിന്റിലേക്ക് മൂവ് ചെയ്യാതെ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ആഴ്ച യൂട്ടിലൈസ് ചെയ്യുക. കാരണം എന്താ പറയുക, നമ്മൾ തമ്മിലിപ്പോൾ ഫോർ എക്സാമ്പിൾ വെച്ചാൽ ഇപ്പോൾ ഒരു 2-3 പേര് തമ്മിൽ സംസാരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിലപ്പോൾ മേ ബി ഒരാൾക്കോ രണ്ടാൾക്കോ കൂടുതൽ കാര്യങ്ങൾ അറിയാം, മറ്റേ ആളത് കാണുന്ന സമയത്തോ കേൾക്കുന്ന സമയത്തോ പുള്ളി പെട്ടെന്ന് അല്ലെങ്കിൽ ആ ഇരിക്കുന്ന ആള് പെട്ടെന്ന് ഒന്ന് പേടിച്ചെന്ന് വരാം. അപ്പൊ അങ്ങനത്തെ ഒരു ഇതിലേക്കൊന്നും പോവാതെ നമ്മുടെ ഇത് ലിമിറ്റഡ് ആയി തന്നെ ഈ ആഴ്ച അങ്ങനെ പോവുക. അതുപോലെ തന്നെ മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകൾ ഈ ആഴ്ച നോക്കാനായിട്ട് ശ്രമിക്കുക. എസ്പെഷ്യലി പൊളിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, കറണ്ട് അഫയേഴ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, എക്കണോമി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങൾ നിർബന്ധപൂർവമായിട്ട് ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ടെസ്റ്റ് സീരീസുകൾ, പ്രത്യേകിച്ച് ഈ കറണ്ട് അഫയേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടെസ്റ്റ് സീരീസുകൾ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് നോക്കാനായിട്ട് ശ്രമിക്കുക. പുതിയതായിട്ടൊന്നും നമ്മൾ പഠിക്കാനുള്ള ഒരു സ്പേസ് ഇനി ഇല്ല ശരിക്കും. അപ്പൊ പുതിയതായിട്ട് പഠിക്കാനായിട്ട് നോക്കാതിരിക്കുന്നതാണ് ഒരു തരത്തില് ബുദ്ധി എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. മാക്സിമം ടെസ്റ്റ് സീരീസുകൾ ചെയ്യാം. പിന്നെ വാട്ട് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഈസ് യുവർ കോൺഫിഡൻസ് ലെവൽ എത്ര ബിൽഡ് ചെയ്യാൻ സാധിക്കുമോ അത്രയും ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത്രയൊക്കെ തന്നെ നമുക്ക് ലാസ്റ്റത്തെ ഒരാഴ്ച എന്നുള്ള ലെവലിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. അതുപോലെ തന്നെ സിസാറ്റിന് ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ നോക്കുക. ആരെങ്കിലും സിസാറ്റ് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരാഴ്ച നിങ്ങൾക്ക് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള പീരീഡ് ആണ്. ഈ ഒരാഴ്ച നിങ്ങൾക്ക് ഈ ഒരാഴ്ച ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ധാരാളം എന്താ പറയുക, ഈ ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ സിസാറ്റ് ക്ലിയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരാഴ്ച നല്ലപോലെ സിസാറ്റിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഇതൊക്കെ തന്നെ എനിക്ക് പറയാനായിട്ടുള്ളൂ സർ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സന്ദീപിനോട് ചോദിക്കാം. പ്രത്യേകിച്ചും സന്ദീപ് ഈ മേഖലയിൽ ഒരു വെറ്ററനാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം. ആർക്കെങ്കിലും എഴുതുന്നതിലോ സ്ട്രാറ്റജിയോ ക്വസ്റ്റ്യൻ വായിക്കുന്നതിൽ ആദ്യം ചെയ്തു പോകുന്നതാണ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അങ്ങനെ എന്തെങ്കിലും. സന്ദീപ് ജി നമസ്കാരം. നമസ്കാരം സർ, പറയൂ. എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ആണ്. അപ്പോ സ്ക്രൈബിന്റെ സഹായത്തോടു കൂടിയാണ് ഞാൻ എക്സാം. എന്റെ ഡൗട്ട് എന്ന് വെച്ചാൽ റീസെന്റ് ഒരു ട്രെൻഡ് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ കേൾക്കുന്നില്ലല്ലോ. സാർ ഇപ്പൊ കേൾക്കാമോ? ഇപ്പൊ കുഴപ്പമില്ല, പറയൂ. അതായത് റീസെന്റ് ഒരു ട്രെൻഡ് വന്നിട്ടുണ്ടായിരുന്നത്, മുമ്പ് ഒക്കെ ക്വസ്റ്റ്യൻസ് വന്നിരുന്നത് ഈ 1 only, 2 only, both 1 and 2 only, neither 1 nor 2. ഈ ഇടയിൽ only 1, only 2 എന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ ഇത് എലിമിനേഷൻ മെത്തേഡിന്റെ ലൂടെ ആളുകൾ കേറുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണെന്ന്. തീർച്ചയായും അതെ തീർച്ചയായും. അതുപോലെ തന്നെ 1 pair only, 2 pair only എന്ന് പറഞ്ഞിട്ട് സംഭവങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അത് ഡെഫിനറ്റ് ആയിട്ട് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് എലിമിനേഷൻ ടെക്നിക്കുകൾ നമ്മൾ ഭയങ്കരമായിട്ട് ബാധിക്കും. അത് നമുക്ക് പ്രിസിഷനോട് കൂടി ആൻസർ ചെയ്യാനേ സാധിക്കുള്ളൂ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അത് എലിമിനേഷൻ ടെക്നിക്സിനെ ടു എ സർട്ടൻ എക്സ്റ്റെന്റ് ബാധിച്ചു. ഫുള്ളായിട്ട് ബാധിച്ചിട്ടില്ലെങ്കിൽ പോലും ടു എ ലാർജർ എക്സ്റ്റെന്റ് അത് ബാധിച്ചിട്ടുണ്ട് എന്തായാലും. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ എങ്ങനെ അതിനെ എഫക്റ്റീവ്ലി കൗണ്ടർ ചെയ്യാം?
കൗണ്ടർ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ കൗണ്ടർ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് കൗണ്ടർ ഇല്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യം അറിയാത്ത ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊരു വേണ്ടാത്തൊരു ചാൻസിലേക്ക് പോകാൻ പാടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗസ്സിങ് ഒക്കെ ഓക്കെ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു വൈൽഡ് ഗസ് ഒന്നും ഒരു കാരണവശാലും നമ്മൾ ഇങ്ങനത്തെ ടൈപ്പ് എക്സാമിനേഷൻസിൽ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. ഒരു ഇന്റലിജന്റ് ആയിട്ട് ഒരു ഗസ്സിങ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ. അതർവൈസ് നമ്മളിപ്പോ ഒന്നും അറിയില്ല, ഒരു പ്രോബബിലിറ്റി പോലും ഒരു ലെസ് ദാൻ 10% ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനത്തെ ചോദ്യങ്ങളിലേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ കാണിക്കേണ്ട ഔചിത്യ ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ചോദ്യങ്ങളിലേക്ക് പോകാതിരിക്കുക. കാരണം അങ്ങനത്തെ ചോദ്യങ്ങൾ നമ്മൾ അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ് ചാൻസ് ആണ് അത് തെറ്റാൻ വേണ്ടിയിട്ട്. അപ്പോ എന്റെ ഒരു അഭിപ്രായത്തിൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം ചെയ്യുവാനായിട്ട് ആദ്യം ശ്രമിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ഒന്ന് കൗണ്ട് ചെയ്യൂ. നിങ്ങൾക്ക് പേപ്പർ 1 ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സമയം കിട്ടും എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. സമയം ഇഷ്ടംപോലെ കിട്ടും. അപ്പൊ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് നിങ്ങൾ അറിയുന്ന ചോദ്യങ്ങൾ എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് അറിയാത്ത ചോദ്യങ്ങൾ രണ്ടാമത് ഇതിലേക്ക് കൊണ്ടുവരാൻ നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ആദ്യം തന്നെ നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾ എത്ര അറ്റംപ്റ്റ് ചെയ്തു എന്നുള്ള വിവരം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഒരു നല്ലപോലെ എന്താ പറയാ ഒരു എന്താ പറയാ സീരിയസ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ, ഞാൻ ജസ്റ്റ് ടോക്കിംഗ് അബൌട്ട് സീരിയസ് കാൻഡിഡേറ്റ്. സീരിയസ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ തീർച്ചയായും അയാൾക്ക് അറിയാൻ പറ്റും എത്ര ചോദ്യങ്ങൾ അയാൾ ചെയ്തു എന്നുള്ളത്. അപ്പൊ അയാൾക്ക് മനസ്സിലാവും ഏകദേശം കട്ട് ഓഫിന്റെ ഏകദേശം എത്ര ലെവൽ വരെ ഞാൻ എത്തി എന്നുള്ളത് അയാൾക്ക് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതൊക്കെ ആ സിറ്റുവേഷനിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് പറയും. ആ സിറ്റുവേഷനിൽ എടുക്കുന്ന നമ്മുടെ തീരുമാനങ്ങളാണ് ഇതൊക്കെ. നമുക്ക് കിട്ടുന്ന 2-2.5 മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയങ്ങളിൽ എടുക്കുന്ന തീരുമാനങ്ങളാണ് പലതും നമ്മുടെ ഭാവി ഇത് ചെയ്യണത്. അപ്പോ എന്റെ അഭിപ്രായത്തിൽ ആദ്യം അറിയുന്ന കാര്യങ്ങൾ ചെയ്യുക. രണ്ടാമത് നിങ്ങൾക്ക് സംശയമുള്ള കാര്യങ്ങൾ രണ്ടാമതിലേക്ക് മാറ്റി വെക്കുക. ആ സമയത്ത് നമ്മൾ ചെയ്ത അറ്റംപ്റ്റും നമ്മുടെ ഒരു പ്രീവിയസ് കട്ട് ഓഫുകളും എല്ലാം ഒന്ന് ആലോചിച്ചിട്ട് ആ സമയത്ത് നിങ്ങളുടെ ഔചിത്യത്തിനനുസരിച്ചിട്ടുള്ള ഒരു തീരുമാനം എടുക്കുക. അതായത് 2 മാർക്ക് പോസിറ്റീവ് അല്ലെങ്കിൽ 1/3 മാർക്ക് നെഗറ്റീവ് എന്തും നമ്മുടെ കട്ട് ഓഫും കൂടെ ചേർത്ത് നമ്മളൊരു അനാലിസിസിൽ എത്തുക. നിങ്ങൾക്ക് അതൊന്ന് അനലൈസ് ചെയ്യണം. നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ വെച്ചാൽ നിങ്ങളുടെ കട്ട് ഓഫ് 100 ഫോർ എക്സാമ്പിൾ 50 മാർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോ ഫോർ എക്സാമ്പിൾ യു ഹാവ് റീച്ച്ഡ് 40 or 42, 44 ആ റേഞ്ചിൽ നിങ്ങൾ എത്തുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞൊരു 2-3 കൊല്ലത്തെ ട്രെൻഡ് നിങ്ങൾ കൂടി മനസ്സിലാക്കുക. 50 മാർക്ക്, 52 മാർക്ക്, 48 മാർക്ക്, ഇങ്ങനെയാണ് ട്രെൻഡ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു പി എസ് സി എന്ന് പറഞ്ഞാൽ വലിയ വൈൽഡ് ആയിട്ടുള്ള ഇതൊന്നും വരാറില്ല. നോർമലി കട്ട് ഓഫുകൾ സ്വിങ് ആവാറില്ല. അപ്പൊ ഒരു 5 to 8% റേഞ്ചിലാണ് കട്ട് ഓഫുകൾ ചേഞ്ച് ആവാറുള്ളത്. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും വെദർ ക്വസ്റ്റ്യൻ പേപ്പർ ഈസ് എന്താ പറയുക ഒരു ഹാർഡ് ലെവലിലാണോ ഉള്ളത്, അതോ അല്ലെങ്കിൽ ഒരു ഈസി ലെവലിലാണോ ഉള്ളത് എന്നുള്ളത് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിന് ഡെഫിനറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളതാണ് എന്റെ ഒരു തോന്നൽ. അയാൾക്ക് തീർച്ചയായും മനസ്സിലാക്കാൻ പറ്റും ഇതൊരു സീരിയസ് ആണ്, ഐ മീൻ ഒരു ഈസി ക്വസ്റ്റ്യൻ പേപ്പർ ആണോ ഹാർഡ് ക്വസ്റ്റ്യൻ പേപ്പർ ആണോ എന്നുള്ളത്. ഇഫ് ഇറ്റ് ഇസ് ഹാർഡ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഒരുപാട് ചാൻസ് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഓട്ടോമാറ്റിക് ആയിട്ട് കട്ട് ഓഫ് ആയിട്ട് കമ്മിയാവുന്നുള്ള ചാൻസ് പ്രോബിലിറ്റി വളരെ കൂടുതലാണ്. അതേ സ്ഥാനത്ത് ഇഫ് ഇറ്റ് ഇസ് ഈസി ക്വസ്റ്റ്യൻ പേപ്പർ ഡെഫിനറ്റ്ലി ദർ ഇസ് ഡെഫിനറ്റ് പോസിബിലിറ്റി കട്ട് ഓഫ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ നോക്കേണ്ടത് നമ്പർ ഓഫ് വേക്കൻസീസും കൂടി ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ ഈ പഠനം മാത്രമല്ല, ഇപ്പൊ പൊളിറ്റി എക്കണോമിയിൽ മാത്രമല്ല, നിങ്ങളെ നോട്ടിഫിക്കേഷൻ കൂടി വായിക്കണം വൃത്തിയായിട്ട്. പ്രാവശ്യത്തെ നോട്ടിഫിക്കേഷനിൽ എത്ര വേക്കൻസി ഉണ്ട്, അപ്പൊ നോട്ടിഫിക്കേഷനിലെ വേക്കൻസിയും കഴിഞ്ഞ ഒരു 2-3 കൊല്ലത്തെ വേക്കൻസിയും കൂടി നോക്കുക. ആ കൊല്ലത്തെ കട്ട് ഓഫ് എങ്ങനെയായിരുന്നു നോക്കുക. ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ നിർബന്ധമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് വേക്കൻസീസ് എത്രയാണെന്ന് ആദ്യം നോക്കും. അതിനുശേഷം നോക്കുന്നത് എന്താണ് കട്ട് ഓഫുകൾ കഴിഞ്ഞ 3-4 വർഷത്തെ കട്ട് ഓഫുകൾ എത്രയാണെന്ന് നോക്കും. അതിനുശേഷം ഞാൻ നോക്കുന്നത് എത്ര പേര് പ്രിലിംസ് എഴുതിയിട്ടുണ്ടായിരുന്നു നോക്കും. ഈ ഒരു അനാലിസിസ് ഞാൻ എന്തായാലും ചെയ്യും. ഈ ഒരു അനാലിസിസ് ചെയ്തിട്ടാണ് ഞാൻ അവിടെ പോവുക. അപ്പൊ എന്ത് പറ്റും പറഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയി തന്നെ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ജഡ്ജ്മെന്റിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായി എന്നറിയില്ല, പക്ഷെ എങ്കിൽ പോലും സീരിയസ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിന് എനിക്ക് ഒന്ന് പെട്ടെന്ന് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റും. ഇതൊരു ട്രിക്കാണ്. അപ്പാർട്ട് ഫ്രം ദ എന്താ പറയുക സിലബസ് അല്ലെങ്കിൽ അപ്പാർട്ട് ഫ്രം ദ എക്സാമിനേഷൻ വാട്ട് എൽസ് യു ക്യാൻ ഡു, അതിനെ സംബന്ധിച്ചാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. എന്ന് വെച്ചാൽ ഡിസിഷൻ എടുക്കാനുള്ള എത്ര ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യണം. ഇപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. എത്ര ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യണം എന്നുള്ളതിന് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഹാർഡ്ലി ഒരു 1/4-3 മണിക്കൂറേ എടുക്കുള്ളൂ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് നോക്കാൻ വേണ്ടിയിട്ട്. എത്ര പേര് എഴുതിയിട്ടുണ്ടായിരുന്നു, കട്ട് ഓഫ് എത്രയായിരുന്നു, എത്ര വേക്കൻസി ഉണ്ടായിരുന്നു, ഇത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു കട്ട് ഓഫ് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എക്സാമിനേഷൻ വെച്ചിട്ട് സീരിയസ് ആയിട്ടുള്ള ഒരാൾക്ക്. കാരണം പഠിച്ചിട്ടാണല്ലോ പോണം നിങ്ങൾ എല്ലാവരും. ഇതൊക്കെ എവിടെ നോക്കാൻ പറ്റും? ഡീറ്റെയിൽസ് അതെല്ലാം പബ്ലിക് ഡൊമൈനിൽ ഗൂഗിൾ ചെയ്താൽ കിട്ടും മുസ്തഫ. നമ്മുടെ 3 വർഷത്തെ കട്ട് ഓഫ് എല്ലാം നെറ്റിൽ തന്നെ ഉണ്ട്. ആവറേജ് ഓരോ വർഷത്തെ ഇയർ വൈസ് കൊടുത്താൽ മതി. നമ്മൾ ഇയർ വൈസ് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും.
മനസ്സിലായി. സാറ് തന്നെ ഞങ്ങൾക്ക് കട്ട് ഓഫ് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ ഈ എത്ര പേര് ഫിലിംസ് എഴുതിയെന്ന ഈ ഒരു അനാലിസിസ് അത് കിട്ടും, അതൊക്കെ ഗൂഗിളിൽ കിട്ടും, എല്ലാം ഗൂഗിളിൽ കിട്ടും, എല്ലാം കിട്ടും. ഓ ഓക്കെ, മനസ്സിലായി. മറ്റൊരു ഡൗട്ട് കൂടി എനിക്ക് ഉണ്ടായിരുന്നു. ഈ ഞാൻ എന്റെ ആദ്യത്തെ പ്രിലിംസ് എഴുതിയ സമയത്ത് ഉദാഹരണത്തിന് ഇന്റർനാഷണൽ സോളാർ അലയൻസ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഇപ്പൊ നമ്മൾ പിന്നീട് കറണ്ട് അഫയേഴ്സ് ഒക്കെ കവർ ചെയ്തു. പക്ഷെ അത്തരം ക്വസ്റ്റ്യൻസ് ആദ്യമായിട്ട് കാണുമ്പോൾ, അതുപോലെ ജീനോം സീക്വൻസിങ് അതല്ലെങ്കിൽ ഈ DNA പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു, ക്വാണ്ടം മെക്കാനിക്സിനെ പറ്റിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള എല്ലാം നമ്മുടെ ക്വസ്റ്റ്യൻസ് കറണ്ട് അഫയേഴ്സ് അല്ലേ? എല്ലാം കറണ്ട് അഫയേഴ്സ് ആണ് മുസ്തഫ. ഇതെല്ലാം നമ്മൾ കറണ്ട് അഫയേഴ്സ് കാണുന്ന ടോപ്പിക്കുകളല്ലേ? ആദ്യമായിട്ട് കേൾക്കുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നു പറയായിരുന്നു. അപ്പൊ അത്തരം ആ ഒരു ഹാളിൽ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഒന്നാമത്തെ കാര്യം നിങ്ങൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ അറ്റംപ്റ്റ് ആയതുകൊണ്ടാണ് നിങ്ങളുടെ കോൺഫിഡൻസ് പെട്ടെന്ന് ഡൗൺ ആവുന്നത്. മനസ്സിലായില്ലേ? ഇത് ഓരോ പീരീഡ് ഓഫ് ടൈം ഒരു പ്രിപ്പറേഷൻ, നമ്മൾ സിവിൽ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-2 വർഷം കൊണ്ട് പ്രിപ്പയർ ചെയ്ത് കയറുന്നവർ വളരെ ചുരുക്കമാണ്. അപ്പൊ ഡൗൺ ദ ലൈൻ ഒരു നിങ്ങൾക്ക് ഇപ്പൊ കുറച്ചുകൂടി കോൺഫിഡൻസ് ഡെഫിനറ്റ് ആയിട്ട് കൂടിയിട്ടുണ്ടാവും. കാരണം അതിനെക്കാട്ടിലും നിങ്ങൾ കൂടുതലായിട്ട് ഇപ്പൊ പഠിച്ചു കാണും. അപ്പൊ പിന്നെ അതില് കാര്യമില്ല. അത് പിന്നെ ഞാൻ പറയാം, അത് ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഹാർഡ്നെസ് ഒക്കെ കണക്കാക്കുന്ന സമയത്ത് ഞാൻ പറയാം, സീരിയസ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിന് അങ്ങനെ ഒരു കോൺഫിഡൻസ് ലെവൽ പെട്ടെന്ന് താഴില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എനിക്കറിയില്ലെങ്കിൽ വേറൊരാൾക്കും ഏകദേശം അറിയില്ല. അത് തന്നെയാണ് അതിന്റെ ശരി. കാരണം ഞാൻ അത്രയും പഠിച്ചിട്ടുള്ള ഒരാളാണ്. ഞാനിപ്പോ ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ട് ഞാൻ ഇത്രയും പഠിച്ചിട്ട് പോയിട്ടുള്ള ഒരാൾക്ക് കിട്ടാതിരിക്കുന്ന സമയത്ത് ബാക്കിയുള്ളവർക്കും ഏകദേശമൊക്കെ അങ്ങനെ തന്നെയൊക്കെ ആയിരിക്കണം. പിന്നെ ഈ കോൺഫിഡൻസ് ലെവൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, മാക്സിമം നമ്മൾ ഈ ലാസ്റ്റ് വീക്ക് മാക്സിമം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അത് കാരണം നമ്മുടെ കോൺഫിഡൻസ് ലെവൽ പെട്ടെന്ന് നമ്മളെ ബൂസ്റ്റ് ചെയ്യിപ്പിക്കും. പെട്ടെന്നായിരിക്കും നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലൂസ് ടോക്കിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും പോവാതെ തന്നെ ഫോക്കസ്ഡ് ആയിട്ട് ഈ ഒരാഴ്ച ഇരിക്കുക എന്ന് പറഞ്ഞത്. താങ്ക് യു സോ മച്ച്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം. അല്ലെ നമുക്ക് ഒരു സെഷനും കൂടി ഉണ്ട്. അപ്പൊ നമുക്ക് ആ സെഷനിലേക്ക് കൂടെ കിടക്കേണ്ടതുണ്ട്. അപ്പോ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പൊതുവായ എക്സാം എഴുതുന്നതുമായിട്ട് ബന്ധപ്പെട്ടോ എക്സാം ഹാളിലെ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചോദിക്കാവുന്ന ആർക്കെങ്കിലും മറ്റുള്ളവർക്ക് ചോദിക്കാം. വേറെ എന്തെങ്കിലും ജനറൽ ആയിട്ട് പറയാനുണ്ടോ സന്ദീപ്? വേറെ സാർ ഇതന്നെയാണ് സാറേ ലാസ്റ്റത്തെ ഇനിയിപ്പോ ലാസ്റ്റ് മിനിറ്റ് ആയല്ലോ സാർ. മാക്സിമം നല്ല രീതിയിൽ ഇരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, സമാധാനമായിട്ട് ഇരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതെ, ഓക്കെ. താങ്ക് യു വെരി മച്ച്. ശരി സാർ, ശരി സാർ. ഓക്കെ ഓക്കെ. നമ്മുടെ ഒപ്പം മുഹമ്മദ് ഷമീം ജോയിൻ ചെയ്തിട്ടുണ്ട്. യെസ്, ഞാൻ അദ്ദേഹം ഒരു അപ്രോച്ച് ഒന്ന് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഷമീം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഷമീം നമ്മുടെ ഒരു സാർ എനിക്ക് ആ പേന ഒന്ന് ഓപ്പൺ ആക്കണം. ഒരു നിമിഷം, ഞാൻ കോഹോസ്റ്റ് ആക്കാതെ. ഇപ്പൊ യൂസ് ചെയ്യാൻ പറ്റത്തില്ലേ? ബോർഡ് പെൻ യൂസ് ചെയ്യാമല്ലോ. നോക്കിയേ, പറ്റുന്നുണ്ടോ? ഇല്ല സാർ, ഇല്ല. ഞാൻ ഇവിടുന്ന് ഷെയർ ചെയ്തുകൊണ്ടാണ്. ഇവിടുന്ന് ഷെയർ ചെയ്തുകൊണ്ടാണ് ഇതിന് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇപ്പൊ? ഇല്ലില്ല സാർ, ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഹോസ്റ്റ് ആക്കി നോക്കട്ടെ. ഒരു നിമിഷം. ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന ഒരു നിമിഷം. അല്ല, അപ്പൊ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല. ഞാൻ ട്രൈ ചെയ്യാം സാർ. അല്ലെങ്കിൽ ഞാൻ മാർക്ക് ചെയ്യേണ്ടത് ഞാൻ വേണേ മാർക്ക് ചെയ്യാം. ഇവിടുന്ന് ഏതാന്ന് പറഞ്ഞാൽ മതി, ഞാൻ ഇവിടുന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഓക്കെ. ഇപ്പൊ സന്ദീപ് സാർ പറഞ്ഞ പോലെ നമ്മള് കുറച്ച് സയന്റിഫിക് ആയിട്ട് നമ്മൾ പോവാണ്. ഇപ്പം ഒരാൾ സംശയം ചോദിക്കുന്നുണ്ട്, നമ്മള് ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ എഴുതുക എന്നുള്ളത്. അപ്പൊ നമുക്ക് അതിന് റൗണ്ട് വൈസ് അപ്രോച്ച് എന്ന് പറയുന്ന ഒരു അപ്രോച്ചിലൂടെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിനെ സമീപിക്കാൻ പറ്റും. സാർ കുറച്ച് താഴോട്ടൊന്ന് വരുമോ? ആ ക്വസ്റ്റ്യൻസ് ഒന്ന് കാണിക്കാൻ പറ്റും. ഏത് ക്വസ്റ്റ്യൻ നമ്പർ? ഏതെങ്കിലും ക്വസ്റ്റ്യൻ, ഒരു കുഴപ്പമില്ല. ഇപ്പൊ നമ്മൾ എക്സാം ഹോളിൽ ഇരിക്കുകയാണ്. ഇപ്പൊ 16 എന്നുള്ള ക്വസ്റ്റ്യൻ ഒന്നാന്ന് നിങ്ങൾ വിചാരിക്കുക. ഇപ്പൊ നമ്മൾ വായിച്ചു, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്,
സം മഷ്റൂംസ്. അപ്പൊ മഷ്റൂം നമ്മൾ കണ്ടു, അയ്യോ നമുക്കത് അറിയത്തില്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ പാനിക്കായി. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു, പിന്നെ ബാക്കിയുള്ളത് വായിച്ചു. അത് വായിച്ചിട്ട് നമ്മൾ ആലോചിക്കും നമുക്ക് കിട്ടത്തില്ല. നമ്മൾ 18 എന്നുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കുക. രണ്ടാമത്തെ വായിച്ചു, നമുക്ക് അറിയത്തില്ല. അപ്പൊ നമ്മൾ വിചാരിച്ചു അയ്യോ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പേപ്പറാണ്. നമ്മുടെ കോൺഫിഡൻസ് ലെവൽ പതിയെ താഴോട്ട് താന്നു വരും. മൂന്നാമത്തെ വായിക്കും, സെയിം നമ്മുടെ താഴോട്ട് വരും. നാലാമത്തെ ഒരു ആശ്വാസമുള്ളതായിരിക്കും, അഞ്ചാമത്തെ സെയിം താഴോട്ട് വരും. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ കോൺഫിഡൻസ് പതിയെ താഴോട്ട് പോകും. ഇങ്ങനെയുള്ള സിറ്റുവേഷനെ മറികടക്കാൻ വേണ്ടിയാണ് റൗണ്ട് വൈസ് അപ്രോച്ച് എന്ന് പറയുന്ന ഒരു അപ്രോച്ച് നമ്മൾ ചെയ്യുന്നത്. അതായത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫസ്റ്റ് ഈ ക്വസ്റ്റ്യൻ വായിക്കും, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. സം മഷ്റൂം എന്ന് വായിച്ചിട്ട് നമുക്കത് മനസ്സിലായില്ല, ആ സെക്കൻഡിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ്റെ അകത്തോട്ട് പോകും. ഹലോ, കേൾക്കാം, പറഞ്ഞോ പറഞ്ഞു. കേൾക്കാവോ? കേൾക്കാം, പറഞ്ഞോളൂ. നമ്മൾ ആ സെക്കൻഡിൽ അടുത്ത ക്വസ്റ്റ്യൻ്റെ അകത്തോട്ട് പോകും. അടുത്ത ക്വസ്റ്റ്യൻ്റെ അകത്തോട്ട് പോകും. ആ അടുത്ത ക്വസ്റ്റ്യൻ വായിച്ച് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്, സം മൈക്രോ ഓർഗാനിസം ക്യാൻ. അപ്പൊ അതും നമുക്ക് അറിയത്തില്ല, നമ്മൾ പെട്ടെന്ന് അടുത്ത ക്വസ്റ്റ്യൻ്റെ അകത്തോട്ട് പോകും. അതായത് നമുക്ക് ഏതാണോ അറിയാവുന്നത് ആ ക്വസ്റ്റ്യൻ്റെ അകത്തോട്ട് ജമ്പ് ചെയ്ത് ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ പോകും. അതായത് നമ്മൾ റൗണ്ട് വൈസ് എന്ന് വെച്ചാൽ 3-4 റൗണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. ഈ ക്വസ്റ്റ്യൻ ത്രൂ ഔട്ട് 3-4 റൗണ്ട് നമ്മൾ പോകും. ഫസ്റ്റ് റൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും സ്പീഡുള്ള റൗണ്ടാണ്. നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ, അതായത് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം ചെയ്തു പോകുമ്പോൾ കോൺഫിഡൻസ് ലെവൽ കുറച്ച് കൂടും. അതാണ് ഷമീം ഉദ്ദേശിച്ചത്. അത് സയന്റിഫിക് ആയിട്ടൊരു മെത്തേഡാണ്. അതായത് നമ്മുടെ ചെയ്യാൻ പറ്റും. അതോ നമുക്ക് അറിയത്തില്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് തന്നെ 2-3 ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഡൗൺ ആയി പോകും. കാരണം മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് നമുക്ക് അറിയാത്തതായിരിക്കും ഫസ്റ്റ് വരുന്നത്. വേണ്ടിയാണ് നമ്മൾ റൗണ്ട് വൈസ് അപ്രോച്ച് എന്ന് പറയുന്ന ഒരു അപ്രോച്ച് സ്വീകരിക്കുന്നത്. സാർ ഇനി മുകളിലോട്ട് വരുമോ? സ്ക്രീൻ കാണാം. കാണാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ ഏറ്റവും അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ചെയ്തു. ഫസ്റ്റ് റൗണ്ട് ഏകദേശം ഒരു 20 മിനിറ്റ് 15 മിനിറ്റിനകം നമ്മൾ ചെയ്ത് തീർത്തിരിക്കണം. 15 മിനിറ്റ് കൊണ്ട് ഏകദേശം എത്ര ക്വസ്റ്റ്യൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 20 ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ 15 ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ നമുക്ക് എന്താണ് ഒരു 10-15 അത്രയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളായിരിക്കും ഒരു 15 മിനിറ്റ് കൊണ്ടൊക്കെ. അപ്പൊ നമ്മൾ അപ്പം ആ ക്വസ്റ്റ്യനെ നമ്മൾ അനലൈസ് ചെയ്യണം. നമ്മളെപ്പോലെ എല്ലാവരും പഠിച്ചിട്ടാണ് വരുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിഫിക്കൽട്ട് ആണ്. അപ്പൊ നമ്മൾ ഒരുപാട് അറ്റംപ്റ്റ് ചെയ്താൽ ഒരുപാട് നമ്മുടെ തെറ്റും. സോ നമ്മൾ എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത്, ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിഫിക്കൽട്ട് ആണെന്ന് അറിയുന്നത് നമ്മുടെ ഫസ്റ്റ് റൗണ്ട് കൊണ്ടും അല്ലെങ്കിൽ സെക്കൻഡ് റൗണ്ട് കൊണ്ടുമാണ്. ഫസ്റ്റ് റൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഉദാഹരണം പറയുകയാണ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണ് എന്ന് വെച്ചാൽ നമുക്കറിയാം നരേന്ദ്രമോദി, പെട്ടെന്ന് തെക്കിടാം. അങ്ങനെ അറിയാവുന്ന ക്വസ്റ്റ്യന് നിങ്ങൾ ഫസ്റ്റ് റൗണ്ടിൽ ചെയ്യാവുള്ളൂ. നിങ്ങൾ അല്ലാത്ത ക്വസ്റ്റ്യൻ കയറി ചെയ്യരുത്. ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ടെൻഷൻ ആകും, നിങ്ങളുടെ സമയം പോവും, നിങ്ങൾക്ക് സമയമേ കിട്ടത്തില്ല. നിങ്ങൾ ചെയ്തിട്ട് ആദ്യം പറയാൻ പോകുന്നത്, ഫസ്റ്റിൽ അറ്റംപ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ പറയും എനിക്ക് ഒട്ടും സമയം കിട്ടിയില്ല എന്നേ പറയാൻ പോകത്തുള്ളൂ. 100% നിങ്ങൾ നോക്കിയോ അങ്ങനെ നിങ്ങൾ പറയത്തുള്ളൂ. സോ അങ്ങനെ പറയാതിരിക്കണമെങ്കിൽ നിങ്ങൾ റൗണ്ട് വൈസ് ചെയ്തേ പറ്റൂ. നിങ്ങൾ അപ്പോൾ ആദ്യം അറിയാവുന്ന ക്വസ്റ്റ്യൻ ചെയ്തു, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കുറച്ചറിയാം പക്ഷെ ഒരു ചെറിയ സംശയമുണ്ട്, അങ്ങനത്തെ ക്വസ്റ്റ്യൻ സെക്കൻഡ് റൗണ്ട് ചെയ്യണം. പിന്നെ നമ്മൾ വന്നിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുക, പ്രോപ്പറായിട്ട് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അത്തരം ക്വസ്റ്റ്യങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ട് അതിന് ആൻസർ ചെയ്യാം. അടുത്ത 3-ാമത്തെ 4-ാമത്തെ റൗണ്ട് നമ്മൾക്ക് ഏകദേശം നമ്മളെപ്പോലെ പഠിച്ചിട്ട് പോകുന്ന ആൾക്കാർക്ക് ഒരു 36 അല്ലെങ്കിൽ 30 to 40 ക്വസ്റ്റ്യൻ വരെ പരമാവധി അതിനകത്തുനിന്ന് അറിയാവുന്ന ഉള്ളൂ. അതുകൊണ്ടാണ് ഇത്ര ആൾക്കാരൊക്കെ തോറ്റു പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണേലും അവിടെ റിസ്ക് എടുക്കണം. ആ റിസ്ക് എങ്ങനെ എടുക്കാം എന്നുള്ളതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും ഉണ്ടോ? റൗണ്ട് വൈസ് അപ്രോച്ച് എന്നുള്ളത് ഷമീം ഇപ്പൊ നിങ്ങളോട് പറഞ്ഞത്, നമ്മൾ വളരെ അറിയാവുന്ന ഉറപ്പുള്ള ഉത്തരങ്ങൾ ആദ്യം എഴുതുന്നു. അത് നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യും. കാര്യം പലർക്കും നിങ്ങൾക്ക് അറിയാം ABCD എന്ന് പറയുന്ന സെറ്റിൽ ഏത് സെറ്റ് വേണമെന്ന് നമുക്ക് വരാം. അപ്പൊ ചിലപ്പോൾ ആദ്യം വരുന്ന സെറ്റിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻസ് ടഫായിരിക്കാം, ചിലർക്ക് ഈസി ആയിരിക്കാം. അപ്പൊ ഈ ഒരു അപ്രോച്ചിൽ വരുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടും. അങ്ങനെ ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ് റൗണ്ട്, തേർഡ്, ഫോർത്ത് റൗണ്ട് വരെ പോയി ആൻസർ ചെയ്യാം എന്നുള്ളതാണ് പറഞ്ഞത്. അടുത്തതിലേക്ക് പോകാം. യെസ്, ഓക്കെ. ഫസ്റ്റ് റൗണ്ട് എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരണോ? അങ്ങനെ വല്ലതും ആർക്കെങ്കിലും സെക്കൻഡ് റൗണ്ട് എങ്ങനെ ചെയ്യേണ്ടത് അങ്ങനെ വല്ലതും ഉണ്ടോ? വേണമെന്ന് നോക്കാം. അങ്ങനെ വേണമെന്ന് ഒരെണ്ണം പെട്ടെന്ന് അങ്ങനെ പറയാനാണ്. കുറച്ചുകൂടെ താഴോട്ട് വന്നത് സാർ, കുറച്ചുകൂടെ താഴോട്ട് വന്നു ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ താഴോട്ട്. ഓക്കെ, ആസ് പെർ ആർട്ടിക്കിൾ 368 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ നമ്മൾ ഇത്രയും വായിച്ചു, 368 എന്ന് കണ്ടു. ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ ഭയങ്കര എളുപ്പമാണ്, പക്ഷെ നമ്മൾ ഇത് വായിച്ചപ്പോൾ നമുക്ക് 368 ആർട്ടിക്കിൾ അറിയത്തില്ല. അപ്പൊ നമ്മൾ പെട്ടെന്ന് പാനിക് ആവും. സോ ആ സിറ്റുവേഷൻ തന്നെ ആ വായിച്ച് നമുക്ക് എവിടെ മനസ്സിലാകുന്നില്ലയോ ആ സിറ്റുവേഷൻ നമ്മൾ അടുത്ത ചോദ്യത്തിലോട്ട് ഫസ്റ്റ് റൗണ്ടിൽ പോകണം. അത് കിട്ടിയോ?
അങ്ങനെ പോയി ആ ത്രൂ ഔട്ട് ആ 100 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് എളുപ്പമായിട്ടുള്ളത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് നിന്ന് കവർ ചെയ്ത് കഴിഞ്ഞിരിക്കും. ഒരു 15 മിനിറ്റിനകം നമുക്ക് ഏറ്റവും എളുപ്പത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞിരിക്കും. സെക്കൻഡ് റൗണ്ടിലാണ് സാധാരണ നിങ്ങൾ ഇപ്പം ഫസ്റ്റ് റൗണ്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇല്ല. അതായത് നിങ്ങൾ എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിന് അപ്രോച്ച് ചെയ്യാൻ ഇപ്പം പോകുന്നത് ആ രീതി നിങ്ങൾ അപ്രോച്ച് ചെയ്യണം. തേർഡ് റൗണ്ടിൽ നിങ്ങൾക്ക് ഒന്നും അറിയാത്ത ക്വസ്റ്റ്യൻ അഥവാ എന്തെങ്കിലും ശകലം അറിയാം എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്രോച്ച് ചെയ്യേണ്ടത്. തേർഡ് ഫോർത്തും പകുതി ആൾക്കാർ തേർഡ് റൗണ്ട് വരെ പോകത്തുള്ളൂ, ചിലർ ഫോർത്ത് റൗണ്ടിൽ പോകും. ഫോർത്ത് റൗണ്ടിൽ ഒട്ടും അറിയാത്ത ക്വസ്റ്റ്യൻസ് ആണ് അത്. അതായത് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഭയങ്കര എളുപ്പമാണെങ്കിലാണ് നമ്മൾ ഫോർത്ത് റൗണ്ടിലോട്ട് പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ തേർഡ് റൗണ്ട് കൊണ്ട് സ്വാഭാവികമായിട്ടും നിർത്തലാണ് പതിവ്. ഇനി മുകളിലോട്ടൊന്ന് വരുമോ? നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടില്ല ചോദിക്കണം. കുറച്ചുകൂടെ വേഗത്തിൽ പറഞ്ഞു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻസ് നമുക്ക് അറിയാം. അതായത് തേർഡ് റൗണ്ടിലും ഫോർത്ത് റൗണ്ടിലും നമ്മൾ അറിയാത്ത ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. അപ്പൊ ആ ക്വസ്റ്റ്യൻസിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യാം, എങ്ങനെ നമുക്ക് നോക്കാം. ഇപ്പം സന്ദീപ് എന്ന് പറയുന്ന സാറിനോട് ഒരാൾ സംശയം ചോദിച്ചിട്ടായിരുന്നു, ഇപ്പം കുറിച്ച് ആദ്യമായിട്ട് കാണുമ്പോൾ പാനിക് ആവുന്നത്. അപ്പൊ നമുക്ക് അതിനെയൊക്കെ എങ്ങനെ ഡീൽ ചെയ്യാമെന്നാണ് ഈ ഒരു അപ്രോച്ചിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് പോസിറ്റീവ് അപ്രോച്ച്. അതായത് പോസിറ്റീവ് അപ്രോച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ക്വസ്റ്റ്യൻ തരുവാണ്, താഴെ തന്നിരിക്കുന്നവരിൽ ഫിനാൻസ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്കൊരു പ്രസ്താവന തന്നേക്കുവാണ്, ഫിനാൻസ് കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രൈം മിനിസ്റ്റർ ആണ്. അപ്പം ഈ പോസിറ്റീവ് അപ്രോച്ച് വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ഇതിനെ ശരിയായിട്ട് എടുക്കണം. ഈ സ്റ്റേറ്റ്മെന്റിനെ ശരിയായിട്ട് എടുക്കണം. ശരിയായിട്ട് എടുത്തിട്ട് ഇതിനെ നമ്മൾ കൗണ്ടർ ചെയ്യുന്നു. കൗണ്ടർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻസ് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രൈം മിനിസ്റ്റർ. ഇവിടെ കൗണ്ടർ ചെയ്യാൻ പറ്റുന്ന പോസിബിലിറ്റി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈം മിനിസ്റ്റർ. അതായത് അവർക്ക് തെറ്റിച്ചിടാൻ പറ്റുന്ന, അതായത് ചോദ്യം ഇടുന്ന ആൾക്ക് തെറ്റിക്കാൻ പറ്റുന്ന പോയിന്റ് ആണ് കൗണ്ടറിങ് പോസിബിലിറ്റീസ്. അപ്പൊ അവിടെ പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ രാഷ്ട്രപതിയാകാം, പ്രസിഡന്റ് ആകാം, അല്ലെങ്കിൽ ധനകാര്യമന്ത്രി ആകാം. അപ്പൊ അങ്ങനെ തെറ്റിക്കാൻ പറ്റുന്ന പോയിന്റിനെ നമ്മൾ കൗണ്ടറിങ് പോസിബിലിറ്റി ആയിട്ട് എടുക്കണം. എന്നിട്ട് നമ്മുടെ ലോജിക്ക് വെച്ച് നമ്മൾ അതിനെ ചിന്തിക്കണം. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഫിനാൻസ് മിനിസ്റ്റർ ഈസ് അപ്പോയിന്റഡ് ബൈ PM എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഈ PM-ന് ആരൊക്കെ നമുക്ക് കൗണ്ടറിങ് പോസിബിലിറ്റി ആയിട്ട് എടുക്കാൻ പറ്റും? രാഷ്ട്രപതി എടുക്കാം. അപ്പൊ നമ്മൾ അവിടെ ആലോചിക്കണം, ഓക്കെ, രാഷ്ട്രപതി ഉണ്ട്, രാഷ്ട്രപതിയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിനൊക്കെ ഇത്ര, ഫിനാൻസ് കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. അപ്പൊ അത്തരം ബോഡികളെ ഈ രാഷ്ട്രപതി ഉള്ളപ്പോ ഈ PM എന്തിനു അപ്പോയിന്റ് ചെയ്യണം? ഞാൻ പറഞ്ഞ ഐഡിയ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഏത് ക്വസ്റ്റ്യൻ എടുക്കണ്ടേ? അല്ലെ ആശയം പറഞ്ഞു മനസ്സിലായോ നിങ്ങൾക്ക്? പോസിറ്റീവ് അപ്രോച്ച് എന്താണെന്ന് മനസ്സിലായോ? ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാമോ ഷെനോദ്? ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കാം സാർ. ഇപ്പൊ കേൾക്കാം. ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാമോ? അത് പോസിറ്റീവ് അപ്രോച്ച് ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? കേൾക്കുന്നില്ലല്ലോ ഷമീം, ഒന്നുകൂടെ പറയാമോ? കേൾക്കാം സാർ, പക്ഷെ എനിക്ക് സ്ക്രീൻ കാണുന്നില്ല. ഒരു നിമിഷം, ഒറ്റ നിമിഷം. കാണുന്നില്ല? കാണണ്ടാണല്ലോ. ഇപ്പൊ കാണാമോ? നോക്കി. ഇല്ലില്ല, ഷെയറിംഗ് മാത്രമേ കാണുന്നുള്ളൂ സാർ. നെറ്റിന്റെ ഇഷ്യൂ അവിടെ ഉണ്ടോ? ഒരു നിമിഷം. ഇപ്പൊ കാണാമോ? നോക്കി. കാണാം സാർ. ആരെ എന്തോ പറഞ്ഞായിരുന്നു? പറഞ്ഞോ മുസ്തഫ, എന്താ പറഞ്ഞു? സാർ, ഞാൻ എന്റെ ഒരു അപ്രോച്ച് ഷെയർ ചെയ്തോട്ടെ. ഈ ഒരു ഫൈനാൻസ് കമ്മീഷന്റെ ക്വസ്റ്റ്യനോട് ബന്ധപ്പെട്ട് എനിക്ക് തോന്നിയ ഒരു അഭിപ്രായമാണ്. അതായത് ഇപ്പോ ഫൈനാൻസ് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നത്, ഫൈനാൻസ് കമ്മീഷണറെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രൈം മിനിസ്റ്റർ ആണെന്നാണ് ഓപ്ഷൻ. ഇറ്റ്സ് എ മിസ്ലീഡിംഗ് സ്റ്റേറ്റ്മെന്റ്. കാരണം എന്ന് വെച്ചാൽ പ്രസിഡന്റ് ഈസ് ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്, അതുപോലെ പ്രൈം മിനിസ്റ്റർ ഈസ് ദ ഹെഡ് ഓഫ് ദി ഗവൺമെന്റ്. ഈ ഒരു സിമിലാരിറ്റി അല്ലെങ്കിൽ ഓവർലാപ്പിനെ യൂസ് ചെയ്തുകൊണ്ടാണ്
ഈ ഒരു ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പം ഇപ്പൊ ഞാനാണെങ്കിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ, പ്രസിഡന്റ് ആണ് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്. അപ്പൊ 5 വർഷം കൂടുമ്പോൾ മാറി മാറി വരുന്ന കേന്ദ്ര സർക്കാർ തലവനേക്കാൾ എന്തുകൊണ്ടും രാഷ്ട്രപതിയാണ് ഈ ഫൈനാൻസ് കമ്മീഷനെ നിയോഗിക്കാൻ ഏറ്റവും ഉചിതം എന്ന ഒരു ധാരണയിൽ എത്തിയിട്ടാണ് ഈ ക്വസ്റ്റ്യനെ പ്രസിഡന്റ് ആയിട്ട് മാർക്ക് ചെയ്യുക. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ അപ്രോച്ചിലേക്ക് വരാം, നോക്കാം, അങ്ങനെ നോക്കാം. അല്ല, ഈ ക്വസ്റ്റ്യനെ ഒരുപാട് അപ്രോച്ച് നമുക്ക് സ്വീകരിക്കാൻ പറ്റും. എല്ലാ ക്വസ്റ്റ്യനും ഒരേ രീതിയിലല്ല നമുക്ക് ക്വസ്റ്റ്യൻ ഇടുന്നത്. ഇപ്പൊ പോസിറ്റീവ് അപ്രോച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 ക്വസ്റ്റ്യൻ നമുക്ക് പോസിറ്റീവ് അപ്രോച്ചിൽ എടുക്കാൻ പറ്റത്തില്ല. അതിനുള്ള ഒരുപാട് ഉദാഹരണം താഴോട്ട് എഴുതിയിട്ടുണ്ട്, നമുക്ക് അതിലോട്ടൊക്കെ പോവാം. ഇപ്പം ഞാൻ ഇവിടെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ടെങ്കിൽ അവിടെ തെറ്റിക്കാൻ സാധ്യതയുള്ള ആ പോയിന്റ് നമ്മൾ കണ്ടെത്തുകയാണ് എന്താണ് പോസിറ്റീവ് അപ്രോച്ചിലൂടെ, കൗണ്ടറിങ് പോസിബിലിറ്റിയിലൂടെ നമ്മൾ നോക്കുന്നത്. നമുക്കറിയത്തില്ല അവരെവിടാ തെറ്റിക്കുന്നതെന്ന്. ഇപ്പം മുസ്തഫയ്ക്ക് ഓൾറെഡി അതിന്റെ ഫാക്ട് അറിയാം. അപ്പൊ ഫാക്ട് അറിയാത്തവരെന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു മനസ്സിലായോ? നമ്മൾ പോസിറ്റീവ് അപ്രോച്ചിൽ ചെയ്യുന്നത്, ഞാൻ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ടാണ് പറഞ്ഞു തന്നെ. ഇപ്പൊ ഇത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനിലോട്ട് ചെല്ലുവാണെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവും അതെങ്ങനെ, ഞാൻ ഉദ്ദേശം എന്താണ്. ഇപ്പൊ പിടികിട്ടിയോ? ഓക്കെ, ഇനി നമുക്ക് ഗ്രൂപ്പിംഗ് എന്ന് പറയുന്ന ഒരു മെക്കാനിസം ഉണ്ട്. അതായത് ക്വസ്റ്റ്യൻ്റെ അകത്ത് തരുന്നത് ഒരേ സ്വഭാവം ഉള്ളതാണെങ്കിൽ അതിനെ ഒരു ഗ്രൂപ്പായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. അതൊരു മെക്കാനിസമാണ്. പിന്നെ റിലേഷൻഷിപ്പ് വിത്ത് ഡിസ്ക്രിപ്ഷൻ, അതായത് നമുക്ക് ചോദ്യം തന്നിരിക്കുന്ന ഡിസ്ക്രിപ്ഷനും അതിന്റെ ഓപ്ഷനും തമ്മിലൊരു ബന്ധം കാണും. ആ ബന്ധം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉത്തരത്തിലോട്ട് എത്താൻ പറ്റും. അത് കഴിഞ്ഞ് വെരി മൈൽഡ് ജനറൽ സ്റ്റേറ്റ്മെന്റ്, അതായത് ചില കീവേഡ്സ് ഉണ്ട്, മേ, ക്യാൻ, മൈറ്റ്, ഓട്ട് ടു, സം, ഇങ്ങനത്തെ ഉള്ള കീവേഡ്സ് വരുവാണെങ്കിൽ അവിടെ നിങ്ങൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. അത് ശരിയാവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലായിരിക്കും. അങ്ങനെ കൂടുതലാണെന്ന് പറയാൻ ചാൻസ് ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് ടിക്ക് ചെയ്ത് പോവല്ല. അതിനകത്ത് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, അടുത്ത് എക്സ്ട്രീം വേർഡ്സ് ഉണ്ടെങ്കിൽ അത് തെറ്റാനായിരിക്കും ചാൻസ് കൂടുതൽ. ഇപ്പം നെവർ, മാൻഡേറ്ററി, എവറി, ഓൾ എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അത് തെറ്റാനുള്ള ചാൻസും കൂടുതലായിരിക്കും. പിന്നെ വേർഡ് ഡീകൺസ്ട്രക്ഷൻ, ഇപ്പം നമുക്കൊരു അറിയാത്തൊരു വേർഡ് തന്നു, ആ വേർഡിന് നമ്മൾ പലതായിട്ട് തിരിച്ചിട്ട് അതിനകത്തുനിന്ന് അതിന് മീനിങ് എടുത്തിട്ട് നമ്മൾ ഓപ്ഷനിനകത്തോട്ട് പോകുന്നതാണ് വേർഡ് ഡീകൺസ്ട്രക്ഷൻ. ഓക്കെ, പിന്നെ കോൺട്രാഡിക്റ്റിംഗ് സ്റ്റേറ്റ്മെന്റ്, 2 സ്റ്റേറ്റ്മെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രാഡിക്ടറി ആണെങ്കിൽ അതെന്ത്, ഒരു സ്റ്റേറ്റ്മെന്റ് അതിൻ്റെ അകത്ത് ഷെയറിൽ രണ്ടും ഒരുമിച്ച് വരത്തില്ല. താഴോട്ട് വന്നു സാർ. സാർ ഒന്ന് സൂം ചെയ്യോ? ആദ്യത്തെ അതല്ല, ആദ്യത്തെ ക്വസ്റ്റ്യൻ 68 ഇപ്പുറത്ത് സാർ, അതിന്റെ ഇപ്പുറത്തെ ക്വസ്റ്റ്യൻ അല്ലേ? 16 സോറി 16 കാണുന്നുണ്ടോ? ഓക്കെ, ഇത് നിങ്ങളൊന്ന് വായിച്ചിട്ട് ഇതിനകത്ത് ഏതാ ഉത്തരം എന്ന് പറയാമോ? സാർ അതിന്റെ ഓപ്ഷൻ കാണുന്നില്ല എൻ്റെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചാറ്റിലിടാം, ടൈപ്പ് ചെയ്ത് ചാറ്റിലിടാം. ഡി ആണ് കുറച്ച് ആളുകൾ ഇട്ടിരിക്കുന്നത്. ഡി തന്നെയാണ് ഇവിടെ ആൻസർ. കാരണം ഈ ചോദ്യം മൈൽഡ് ആയിട്ടൊരു, ഞാൻ പറഞ്ഞായിരുന്നു മൈൽഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ സം, ക്യാൻ എന്ന് പറയുന്ന കുറെ എന്താ പറയാ കീവേഡ്സ് നമുക്ക് തരും. ഇവിടെ സം മഷ്റൂം ഹാവ് മെഡിസിനൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ഏതെങ്കിലും മഷ്റൂമിന് അതുണ്ടായാൽ മതി, അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാവും. അന്ന് പറഞ്ഞ പോലെയാണ് ബാക്കി 3 സ്റ്റേറ്റ്മെന്റ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഞാൻ പോസിറ്റീവ് അപ്രോച്ച് പറയാം. അതിന് കുറെ സമയം വേണ്ടി വരും. ഒരാൾ ഇവിടെ മെസ്സേജ് അയച്ചു, അതിന് ഞാൻ മറുപടി പറയുന്നതാണ്. അതിന് കുറേയേറെ സമയം വേണം, കുറേയേറെ ക്വസ്റ്റ്യൻസ്, നമുക്ക് അതിനുള്ള സമയം ഇവിടെ ഇല്ല. നിങ്ങൾ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആയി പോകും. അപ്രോച്ച് നമുക്ക് കുറെ സമയം എടുത്ത് തന്നെ പറയാം. ഇപ്പം നമുക്ക് ജസ്റ്റ് ഇതെല്ലാം ടച്ച് ചെയ്തൊന്ന് പോവാം. നിങ്ങൾക്ക് ഇതിനകത്തോട് ഒരുപാട് മാർക്ക് കിട്ടും, അതുകൊണ്ടാണ് ഞാൻ ഇത് പെട്ടെന്ന് പറയുന്നത്. ഇപ്പൊ ഈ സം മഷ്റൂം ഹാവ് ഇൻസെക്ടിസൈഡൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നുണ്ട്. എനിക്ക് വ്യക്തമായിട്ട് ഇത് കാണുന്നില്ല, എന്നാലും ഞാൻ കാണുന്ന രീതിയിൽ വായിക്കാം. ഓക്കെ, അപ്പൊ ഏതേലും ഒരു മഷ്റൂമിന് അതുണ്ടായാൽ മതി, അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാ. ഇപ്പം നമുക്കറിയാം ഉറുമ്പുകളാണെങ്കിലും എത്ര 1000 തരം ഉറുമ്പുകളുണ്ട്, അപ്പൊ അതിൻ്റെ അകത്ത് ഏതെങ്കിലും ആയാൽ മതി എന്നുള്ള രീതിയിൽ എന്ന് പറയുന്ന പോലെ ഇപ്പം സം മഷ്റൂം എന്ന് പറയുന്നത് ഒരുപാട് തരം മഷ്റൂം ഉണ്ടല്ലോ, അപ്പൊ അതിൻ്റെ അകത്ത് അത് ആയിക്കൂടെ? അപ്പൊ നമുക്ക് നിങ്ങൾ എടുത്ത പോലെ തന്നെ ഡി ആണ് ആൻസർ. തൊട്ടപ്പുറത്തെ ക്വസ്റ്റ്യൻ വന്നു, ഇത് 2023 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. സർ തൊട്ടപ്പുറത്തെ ക്വസ്റ്റ്യനിലോട്ടൊന്ന് പോകും.
ഇത് ഇല്ല, ഈ ക്വസ്റ്റ്യൻ 18. കുറച്ചൊന്ന് സൂം ഔട്ട് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. സെയിം അപ്രോച്ച് തന്നെ നമ്മൾ ഇവിടെ എടുത്തേക്കുന്നത്. ഇത് ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. 2023 അന്ന് പാടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആരും ഒന്നും മിണ്ടാത്തതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ളൊരു കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു അത് കുഴപ്പമില്ല, മനസ്സിലാവുന്നുണ്ടോ, ഇന്ററാക്ട് ചെയ്യുന്നില്ല, കുഴപ്പമില്ല. ആ ഒരു അപ്രോച്ച് കിട്ടിയോ നിങ്ങൾക്ക്? ഇവിടെ പറഞ്ഞൊരു വ്യൂ മനസ്സിലായി, പോയിന്റ്. സോ ഇതും സമ്മാണ്, എല്ലാം ശരിയാണ്. അടുത്ത പക്ഷെ ഇതിനകത്ത് എക്സ്ട്രീം വാക്കുണ്ട്, നിങ്ങൾ അത് ശ്രദ്ധിച്ചോണം. എക്സ്ട്രീം വാക്കുണ്ട്, അത് നിങ്ങൾ കുറെ കൂടെ ശ്രദ്ധിച്ച് അത് ചെയ്യാവുള്ളൂ. അത് തെറ്റാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. സാറ് പറഞ്ഞു സമ്മ ഒന്ന് ചുമ്മാ ടിക്കറ്റ് പോവല്ല, നിങ്ങൾ ലോജിക് നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കണം. അടുത്ത് നോക്കിയേ 66. സാർ ആ 66 ഒന്ന് നോക്കൂ, അത് കാണുന്നില്ല. ആ ഓപ്ഷനും കൂടെ ഇത് വായിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഉത്തരം ഏതാ വരുന്നതെന്ന് പറയാം ആർക്കെല്ലാം? പറയാം, നിങ്ങൾക്ക് ചാറ്റിലിടാം, അല്ലെ പറഞ്ഞു? ചാറ്റിലിട്ടാലും ചാറ്റിലിട്ടിട്ടുണ്ട്. ഡി അല്ലേ, ഏതായിട്ട് ഡി ആണ് ഇട്ടേക്കുന്നത്. ഓക്കെ, ഡി തന്നെ ആൻസർ. ഇവിടെ നോക്കിയാൽ നമ്മൾ സമ്മിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള എക്സ്ട്രീം വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നണ്ണെന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സോ നമ്മൾ പറഞ്ഞ നണ്ണ് വരുമ്പോഴത്തേക്കിന് എക്സ്ട്രീം ആയിട്ടൊരു ഏതേലും ഒരെണ്ണം ഉണ്ടാകത്തില്ലേ, ഒന്ന് ആലോചിക്കേ. അപ്പം നമുക്ക് ഓൾ ക്ലിയർ സാർ, ഓക്കെ ഫൈൻ. അപ്പൊ നമുക്ക് അടുത്തതിലോട്ട് പോവാം. ശകലോടെ താഴോട്ട് വന്നു സാർ. ഓക്കെ, ഇത് 2024 ചോദിച്ച ചോദ്യമാണ്. ഇതൊന്ന് നോക്കിയാൽ നിങ്ങൾ ഇതിന്റെ ഉത്തരം ഏതാണ്? നിങ്ങൾ ഇത് ചെയ്തിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഉത്തരം ഒന്ന് ഇടാവോ? ചാറ്റിലിടാം ഉത്തരം. നിങ്ങൾക്ക് ഉത്തരം തോന്നുന്നു ഇടാം. ചാറ്റ് സി ആണ് കൂടുതൽ ആളുകൾ കിട്ടുന്നത്. സി തന്നെയാണ് ഇതിന് ആൻസർ. കാരണം ഇവിടെ സം ഇല്ലെന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം കറക്റ്റ് ആണ്. ഇതൊരു മൈൽഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. സം ഫ്രോഗ്സ്, സം ഫിഷ് എന്ന് വരും. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ്റെ അകത്തോട്ട് പോവാം. കീവേഡ് ഇല്ലെങ്കിൽ പോലും അല്ലേ? കാരണം സാർ ഇവിടെ പറയുന്നത് ബട്ടർഫ്ലൈസ് എന്ന ഏതെങ്കിലും ബട്ടർഫ്ലൈസ് ഉണ്ടായാൽ മതി, പോയിസണസ് ആയിട്ടുള്ള. ഏതെങ്കിലും മതി. അപ്പോൾ അത് മൈൽഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. സോ അത് നമുക്ക് ആലേക്ക് പോയി ചെയ്യേണ്ട ആവശ്യമില്ല, സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. ഞാൻ ഈ പറയുന്നത് നമുക്ക് അതിനകത്ത് എന്താ പറയാ, അറിയത്തില്ലാത്ത ആൾക്കാർക്ക് എങ്ങനെ ചെയ്യാന്നുള്ളതാണ്. അറിയാവുന്നവർക്ക് ഇതെന്താ ഈ പറയുന്നത്, അറിയത്തില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഓക്കെ, അതായത് 3rd റൗണ്ടിലും 4th റൗണ്ടിലും നമുക്ക് അറിയത്തില്ല നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാം, നമുക്ക് റിസ്ക് എങ്ങനെ എടുക്കാന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അടുത്ത, ആസ് പെർ ദ ആർട്ടിക്കിൾ 368 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ഓക്കെ, ആരോ മെസ്സേജ് അത് വായിച്ചതാണ്. The parliament may amend any provision of the constitution by way of, അതായത് പാർലമെന്റിന് 368 വെച്ചിട്ട് ഏതൊക്കെ രീതിയിൽ അമെൻഡ് ചെയ്യാമെന്നാണ് ചോദിച്ചേക്കുന്നത് ഇവിടെ. ഓക്കെ, അപ്പം നമുക്ക് പഠിച്ചവർക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടും. പക്ഷെ നമ്മൾ ഇതൊന്നും അറിയത്തില്ലെന്ന് വെച്ചോ, ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. നമുക്ക് ഇവിടെ ഒരു കീവേഡ് ഉണ്ട്, അമെൻഡ് എനി പ്രൊവിഷൻ എന്ന് വെച്ചേക്കുന്നത്. അപ്പൊ അമെൻഡ് എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ ഭേദഗതി ഓക്കെ ഫൈൻ. അമെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭേദഗതി എന്നാ. അപ്പം നമുക്കറിയാം ഈ അഡീഷൻ, വേരിയേഷൻ, റിപ്പീൽ ഇതെല്ലാം മീൻ ചെയ്യുന്ന എന്നാ, ഭേദഗതി, എന്തോ മാറ്റം വരിക എന്നുള്ളതല്ലേ. അപ്പൊ സോ നമുക്ക് ഈ വാക്ക് വെച്ചിട്ട് അതിനെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. ഈ ഗ്രൂപ്പ് ചെയ്തിട്ട് ഈ 3 എന്താണ്
ശരിയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. കാരണം അമൻഡ് എന്ന് പറയുന്ന വാക്ക് ഇവിടെ എനിക്ക് വരച്ച് കാണിക്കാൻ പറ്റുന്നില്ല, അതിന്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അമൻഡ് എന്ന് പറയുന്ന വാക്കിനെ നമുക്ക് ബാക്കിയുള്ള ഓപ്ഷനുമായിട്ടെല്ലാം ബന്ധിപ്പിക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ആൻസർ ഇത് മൂന്നും ശരിയാന്ന് നമുക്ക് എടുക്കാൻ പറ്റും. സോ അതൊരു ഗ്രൂപ്പിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് സിമിലർ മീനിങ് ഉള്ള അത് തന്നെ. ഒരേ ആശയം വരുന്നതാണോ അല്ലയോ അല്ലേ എന്നുള്ളതാണ് അവിടെ അതാ ഗ്രൂപ്പിംഗിൽ യൂസ് ചെയ്യുന്നത്. ഡിസ്ക്രിപ്ഷനിൽ ചോദിച്ചിരിക്കുന്ന അമൻഡ് എന്നാണ്. അപ്പൊ അമൻഡ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ് അതറിഞ്ഞാൽ മതി ഇതിന്റെ ആൻസർ ചെയ്യാൻ പറ്റും. അമൻഡ് എന്ന് വെച്ചാൽ ഭേദഗതി, എന്തോ മാറ്റം വരുത്താന്ന്. പക്ഷെ അഡീഷൻ ഒരു മാറ്റം എന്നുള്ള മീനിങ് ഉണ്ട്, വേരിയേഷന് മാറ്റം എന്നുള്ളതുണ്ട്, റിപ്പീൽ എന്ന് വെച്ചാലും മാറ്റമാണ്. സോ അപ്പൊ ആൻസർ ഏത് വരും? ഏത് വരും? ആൻസർ എല്ലാം ശരിയാന്നുള്ളതാണ്. 1, 2 and 3 വരും. ഡി വരും. ഡി 2 and 3 വരും. ഇത് ആർക്കെങ്കിലും മനസ്സിലായില്ല എന്ന് പറയണം കേട്ടോ, കാരണം അത്ര എളുപ്പമാണ്. അതുകൊണ്ടാണ്. ഗ്രൂപ്പിംഗ് എന്നുള്ള കോൺസെപ്റ്റ് മനസ്സിലായോ? ഗ്രൂപ്പിംഗ് എന്ന് വെച്ചാൽ ചിലപ്പോൾ ആ ക്വസ്റ്റ്യനിലുള്ള കാര്യവും ആൻസറിലുള്ള കാര്യവും തമ്മിൽ ഒരു ബന്ധമുണ്ട്. സ്റ്റേറ്റ്മെന്റിൽ തന്നെ ബന്ധം കാണും. അങ്ങനെയും കുറെ ഇതുണ്ട്. അത് സ്റ്റേറ്റ്മെന്റിൽ ഒരേ ബന്ധമുള്ള 4-5 കാണാം. അപ്പൊ അതൊരു ഗ്രൂപ്പ് ആയിരിക്കും. അത് ഇനി വരുന്ന ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. താഴെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അടുത്ത നമുക്ക് സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദ്യം നോക്കാം. മെനി ചൂയിങ് ഗംസ് ഫൗണ്ട് ഇൻ ദ മാർക്കറ്റ്. ഇതൊന്ന് ചെയ്ത് നോക്കാം നിങ്ങൾ. ഇതൊരു കറണ്ട് അഫയേഴ്സ് പോലത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നതാണ്, 2024 വന്നതാണ്. ആൻസർ ഒന്ന് ഇടുവോ? ചാറ്റിലിടാം നിങ്ങളുടെ ആൻസർ. ചാറ്റിലെ ആൾക്കാർ ഇടുന്നു. ആൻസർ എ ഇടുന്ന ആൾക്കാരുണ്ട്, ബിയും ഉണ്ട്, രണ്ടും ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന് മുൻപോട്ട് പോവാം. ആ ക്വസ്റ്റ്യൻ ഒന്ന് കാണിക്കൂ സർ. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് 1 പറയുന്നത് മെനി ചൂയിങ് ഗംസ് ഫൗണ്ട് ഇൻ ദ മാർക്കറ്റ് ആർ കൺസിഡേർഡ് എ സോഴ്സ് ഓഫ് എൻവയോൺമെന്റൽ പൊല്യൂഷൻ എന്നാണ് പറയുന്നത്. അപ്പം ഈ സ്റ്റേറ്റ്മെന്റ് 1 വായിച്ചു, നമുക്ക് അതിൻ്റെ അകത്ത് വലിയ ധാരണകളൊന്നും വരുന്നില്ല. സ്റ്റേറ്റ്മെന്റ് 2 സാർ സൂം ഔട്ട് ചെയ്തൊന്ന് കാണിക്കോ? മെനി ചൂയിങ് ഗംസ് കണ്ടെയ്ൻ പ്ലാസ്റ്റിക് ആസ് ഗം ബേസ് എന്നാണ് പറയുന്നത്. അതായത് ഈ സ്റ്റേറ്റ്മെന്റ് 1ഉം ഈ 2ഉം തമ്മിൽ ഒരു ബന്ധമില്ലേ? അത് പൊല്യൂട്ടന്റ് ആണെങ്കിൽ അതിനകത്ത് പ്ലാസ്റ്റിക് കണ്ടുകൂടെ? ഇപ്പൊ അത് റബ്ബർ ബേസ് ആണെങ്കിൽ അത് നമുക്കൊരു പൊല്യൂഷൻ ആയിട്ട് പറയാൻ പറ്റത്തില്ല. അത് തന്നെയല്ല മെനി എന്നാ പറയുന്നത്, ഓളൊന്നും പറയുന്നില്ല. അപ്പൊ നമുക്ക് ഒരു ഭയങ്കരമായിട്ടൊരു ഗസ് അവിടെ ചെയ്യാൻ പറ്റും. ഇപ്പം ഒരുപാട് പാവപ്പെട്ട രാജ്യങ്ങളുണ്ട്, അപ്പൊ അവിടെ അങ്ങനെ ഒരു ചൂയിങ് ഉണ്ടായിക്കൂടെ? ഇല്ലെന്ന് പറയാൻ പറ്റുമോ? നമുക്കത് കൗണ്ടർ ചെയ്തിട്ട് ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഞാൻ ആ സ്റ്റേറ്റ്മെന്റ് 1ഉം 2ഉം തമ്മിലുള്ള ഒരു ബന്ധമാണ് ഞാൻ പറയുന്നത്. ആരെങ്കിലും ഒന്ന് മറുപടി പറയുമോ? നിങ്ങളൊന്ന് ഇന്ററാക്ട് ചെയ്യാൻ പറയാം. അപ്പൊ ഇവിടെ പറഞ്ഞൊരു കാര്യം മനസ്സിലാവും. ഈ സ്റ്റേറ്റ്മെന്റ് 1ൽ പറയുന്നത് മെനി ചൂയിങ് ഗംസ് ഫൗണ്ട് ഇൻ ദ മാർക്കറ്റ് ആർ കൺസിഡേർഡ് എ സോഴ്സ് ഓഫ് എൻവയോൺമെന്റൽ പൊല്യൂഷൻ. മാർക്കറ്റിലുള്ള പല ചൂയിങ് ഗത്തിലും എൻവയോൺമെന്റൽ പൊല്യൂഷന് കാരണമാകുന്നു. എങ്ങനെ? മെനി ചൂയിങ് ഗംസ് കണ്ടെയ്ൻ പ്ലാസ്റ്റിക്. അപ്പൊ പ്ലാസ്റ്റിക് ഉണ്ട്, സ്വാഭാവികമായിട്ട് എൻവയോൺമെന്റൽ പൊല്യൂഷൻ ഉണ്ടാവും. അപ്പൊ അവിടെ അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് 1ഉം 2ഉം തമ്മിൽ ബന്ധമുണ്ട്. അതായത് സ്റ്റേറ്റ്മെന്റ് 1 തെറ്റാണ്, 2ഉം തെറ്റായിരിക്കും. പക്ഷെ അങ്ങനെ 1ഉം 2ഉം തെറ്റാന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് താഴെ തന്നിട്ടില്ല. അപ്പൊ 1 ശരിയാണെങ്കിൽ 2ഉം ശരിയാണ്. സോ ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ. കാരണം അതിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. ഇത് ആർക്കെങ്കിലും മനസ്സിലാകാത്തതുണ്ടോ? ഇതിനെ നമ്മൾ പറയുന്നത് എന്താണ്? ഈ സ്റ്റേറ്റ്മെന്റ് കൺസിസ്റ്റൻസി എന്നാണ് ഈ ഒരു അപ്രോച്ചിനെ പറയുന്നത്. അടുത്തൊരു അപ്രോച്ചിലേക്ക് പോവാം. നമുക്ക് കൗണ്ടറിങ് പോസിബിലിറ്റി നമുക്ക് നോക്കാം ഇതിനകത്ത്. കൗണ്ടർ പോസിബിലിറ്റി എന്നുള്ള ഒരു അപ്രോച്ചാണ് നമ്മളിപ്പോൾ കാണുന്നത്. പ്രിലിമിനറി ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാവോ ആൾക്കാർ? ഐ മീൻ നിങ്ങളൊന്ന് ചെയ്യുമോ ക്വസ്റ്റ്യൻ?
സാർ അവർക്ക് ഓപ്ഷൻ കാണുന്നില്ല. ആ ഇല്ല, നിങ്ങളൊക്കെ എപ്പോഴും പഠിക്കുന്ന ടോപ്പിക്കാണ്. അല്ല, ഇട്ടോ ചാറ്റിലിട്ടോ? ചാറ്റിൽ 1-2 പേര് ഇട്ടു. എ ഇട്ടു, ചിലര് സി ഇട്ടു. സി ഇട്ടവരുണ്ട്. ഈ ഒരാൾ ഇട്ടു. Yes. മണിബില്ലുമായി ബന്ധപ്പെട്ട് യെസ് എക്സ്പ്ലെയിൻ ചെയ്യാം. യാ, സോ ഇവിടെ ആർട്ടിക്കിൾ Article 109 mention special procedure in respect of money bill എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ കൗണ്ടർ ചെയ്യാൻ പറ്റുന്ന പോസിബിലിറ്റി ഏതാന്ന് ആർക്കെങ്കിലും ഒന്ന് പറയാമോ? നമുക്ക് ഏതാണ് ഇവിടെ കൗണ്ടർ ചെയ്യാൻ പറ്റുന്നത്? ഇതാണോ അതല്ലയോ എന്നുള്ളത്. ആർട്ടിക്കിൾ മണി ബിൽ എന്ന് വെച്ചാൽ അത് ചോദ്യമല്ലേ? ഈ ആർട്ടിക്കിൾ 109 അതാണ് കൗണ്ടറിങ് പോസിബിലിറ്റി ഇവിടെ ഉള്ളത്. അതായത് ഓപ്ഷൻ ഡി ക്യാൻ ബി. സെക്കൻഡ് ആർട്ടിക്കിൾ 109 ആണ് ഇവിടെ നമുക്ക് കൗണ്ടർ ചെയ്യാൻ പറ്റുന്നത്. എന്തുകൊണ്ടാണ്? മണി ബില്ല് ഈ സ്പെഷ്യൽ പ്രൊസീജിയർ ആർട്ടിക്കിൾ 109-നകത്താണോ പറഞ്ഞേക്കുന്നത് അല്ലയോ പറഞ്ഞേക്കുന്നത്? അപ്പൊ നമുക്ക് കൗണ്ടർ ചെയ്യാനുള്ള പോസിബിലിറ്റി ഏതൊക്കെയാ ഉള്ളത്? ചിലപ്പോൾ 110 ആകാം, 11 ആകാം, 12 ആകാം. പക്ഷെ നമ്മുടെ ആ കൗണ്ടറിങ് പോസിബിലിറ്റി വെച്ചിട്ട് നമുക്കത് വ്യക്തമായിട്ട് ഇതിനെ കൗണ്ടർ ചെയ്യാൻ പറ്റുന്നുണ്ട്. പോസിറ്റീവ് അപ്രോച്ച് വെച്ചിട്ട് നമ്മൾ ആദ്യം ഇത് ശരിയായിട്ട് എടുക്കുന്നു. നമ്മളൊന്ന് കൗണ്ടർ ചെയ്യാൻ നോക്കി. നമ്മൾ ഇത് പഠിച്ചിട്ടില്ല. നമുക്ക് ഇത്രയും ചെറിയ ആർട്ടിക്കിൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ നമുക്ക് കൗണ്ടർ ചെയ്ത് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും? കൗണ്ടർ ചെയ്ത് തെറ്റിക്കാൻ പറ്റുന്നില്ല. നമുക്ക് 112 ബഡ്ജറ്റ് അങ്ങനെയൊക്കെ ബന്ധപ്പെട്ട. അപ്പൊ 109 എങ്ങനെയാണെങ്കിലും മണി ബില്ലായിരിക്കും എന്നൂടെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. സോ നമുക്കിത് കൗണ്ടർ ചെയ്യാൻ പറ്റത്തില്ലാത്ത നമുക്കിത് ശരിയായിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. സോ പോസിറ്റീവ് അപ്രോച്ച് എന്ത്? ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായോ? യെസ് എന്നാണേലും അയക്കാം, നോ എന്നാണേലും അയക്കാം. ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഷമീം, ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തത്. പ്രൊസീജിയർ എന്നാണ് പറയുന്നത്. അപ്പം നമുക്കിവിടെ കൗണ്ടർ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ സ്പെഷ്യൽ പ്രൊസീജിയർ മണി ബില്ലിന്റെ ആർട്ടിക്കിൾ 109 അല്ലെങ്കിൽ 112 113 ഇങ്ങനെ ആർട്ടിക്കിളിനെ കൗണ്ടർ ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? അതായത് ഇവിടെ തെറ്റിക്കാൻ ചാൻസ്, ചോദ്യകർത്താവ് തെറ്റിക്കാൻ ചാൻസ് ഏതാണ്? ആർട്ടിക്കിൾ 109 എന്നുള്ളത് ചിലപ്പോൾ അവർക്ക് 112 ആക്കാം, 126 ആക്കാം. അതാണ് തെറ്റിക്കാവുന്ന ഇവിടുത്തെ കൗണ്ടറിങ് പോസിബിലിറ്റി ഉള്ളത്. സോ നമ്മൾ ഇവിടെ കൗണ്ടർ ചെയ്യാൻ നോക്കുന്നു. 109 എന്ന് പറയുന്ന സാധനം നമുക്ക് കൗണ്ടർ ചെയ്യാൻ പറ്റുന്നില്ല. ബിക്കോസ് നമുക്ക് അതിനുള്ള അറിവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് അതിന് അറിവില്ല, അതിനെ ശരിയായിട്ട് എടുക്കണം. നമ്മുടെ ഹലോ കേൾക്കാമോ സാർ? ഇടയ്ക്കൊന്ന് മിസ് ഒന്നുകൂടെ പറഞ്ഞു. അതായത് ആർട്ടിക്കിൾ 109 അറിവില്ലാത്ത ഒരാളാണ് എങ്കിൽ അങ്ങനല്ല സാർ. അതായത് നമുക്ക് ചോദ്യകർത്താവിന് കൗണ്ടറിങ് പോസിബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദ്യകർത്താവിന്റെ വ്യൂ പോയിന്റ് നമ്മൾ ആലോചിക്കുക. അതിന് സയന്റിഫിക് ആയിട്ട് പോസിബിലിറ്റി എന്ന് പറയുന്നതേ ഉള്ളൂ. അതായത് അപ്പൊ നമ്മൾ ചോദ്യം ഇടുകയാണെങ്കിൽ ഈ സ്പെഷ്യൽ പ്രൊസീജിയർ ഇൻ റെസ്പെക്ട് ഓഫ് മണി ബില്ലിന്റെ സ്പെഷ്യൽ പ്രൊസീജിയർ ചിലപ്പം ആർട്ടിക്കിൾ 150 തന്നെയാണ്. അപ്പൊ ഞാൻ തെറ്റിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? ആ ആർട്ടിക്കിളിന് മാറ്റം വരുത്തിയാൽ മതി. എനിക്കത് 120 ഇടാം. അപ്പൊ അത് തെറ്റുമല്ലോ. ഞാൻ പറഞ്ഞു മനസ്സിലായോ? സോ അപ്പം ഇവിടെ നമ്മളപ്പം കൗണ്ടർ ചെയ്യാൻ നോക്കുന്ന പോസിബിലിറ്റി ആർട്ടിക്കിൾ 109 ആണ്. സോ എനിക്ക് ശകലം സമയം ഉള്ളതുകൊണ്ടാണ് ഒരുപാട് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ പറ്റില്ലാത്തത്. അപ്പം ആർട്ടിക്കിൾ 109 എന്നുള്ളത് നമ്മൾ കൗണ്ടർ ചെയ്യാൻ ശ്രമിക്കുന്നു. നമ്മുടെ വേറെ ആർട്ടിക്കിൾ വെച്ചിട്ട് അതിനെ കൗണ്ടർ ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. അതിനുള്ള അറിവ് നമുക്കില്ല. സോ നമ്മൾ കുറച്ച് റിലേറ്റ് ചെയ്യാൻ നോക്കുന്നു. 112 ബഡ്ജറ്റ് ആണെന്ന് വിചാരിക്കുന്നു. അപ്പം മണി ബിൽ അവിടെ ആകാമെന്ന് വിചാരിച്ച് പോസിറ്റീവ് അപ്രോച്ചിൽ നമ്മളത് ശരിയായിട്ട് എടുക്കുന്നു. സോ അടുത്ത മണി ബിൽ ഷാൽ നോട്ട് ബി ഇൻട്രൊഡ്യൂസ് ഇൻ ദ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്. ചിലപ്പോൾ നമുക്ക് അത് അറിയത്തില്ലായിരിക്കും. നമ്മൾ അപ്പോൾ അടുത്ത സ്റ്റേറ്റ്മെന്റിലോട്ട് വരണം. ദ രാജ്യസഭ ക്യാൻ എയ്തർ അപ്രൂവ് ദ ബിൽ ഓർ സജസ്റ്റ് ചേഞ്ചസ് ബട്ട് കനോട്ട് റിജക്ട് ഇറ്റ് എന്ന് പറയുന്നുണ്ട്. സോ അപ്പം
അവിടെ നമ്മൾ വായിച്ചു, ഓക്കെ ഫൈൻ. അപ്പം 2, 3 ഒരു ബന്ധം കാണുന്നുണ്ട്. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സിലും പറ്റിയില്ലെങ്കിൽ രാജ്യസഭയിലും ഒരേ സ്വഭാവം കാണിക്കുന്നതാണല്ലോ. നമുക്ക് അവിടെ വെച്ചേക്കാം. അടുത്ത സ്റ്റേറ്റ്മെന്റിലോട്ട് വരാം. 4th, amendments to the money bill suggested by രാജ്യസഭ have to be accepted by ലോക്സഭ. അതായത് ആ സജഷൻ ലോക്സഭ അക്സെപ്റ്റ് ചെയ്യണമെന്നാണ് ഇവിടെ പറയുന്നത് അല്ലേ? അപ്പം 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? സജഷൻ ചേഞ്ചസ് ബട്ട് കാനോട്ട് റിജക്ട് ഇറ്റ് ബിൽ എന്നല്ലേ പറയുന്നത്. അപ്പം ബില്ലിനെ റിജക്ട് ചെയ്യാൻ രാജ്യസഭയ്ക്ക് അധികാരമില്ല. അതായത് രാജ്യസഭയ്ക്ക് നമുക്ക് 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് വെച്ച് നമുക്ക് ഒരു കാര്യം മനസ്സിലാവും. രാജ്യസഭയ്ക്ക് ബില്ലിന്റെ കാര്യത്തിൽ, ഏത് ബില്ലിന്റെ കാര്യത്തില്? മണി ബില്ലിന്റെ കാര്യത്തിൽ, മണി ബില്ലിന്റെ കാര്യത്തില് പവർ ഇല്ലെന്ന് ആ 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ടല്ലോ. പക്ഷെ 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? മണി ബില്ലിന് രാജ്യസഭയ്ക്ക് പവർ ഉണ്ടെന്നാണ്. മനസ്സിലായോ? അതായത് നമ്മൾ വേറൊന്നും ചിന്തിച്ചില്ല, സ്റ്റേറ്റ്മെന്റിനെ കൗണ്ടർ ചെയ്തു. നമ്മളുടെ 3ാമത്തെ 4ാമത്തെ ആരും എന്തെങ്കിലും പറയോ? മനസ്സിലായില്ലേ? പറഞ്ഞു ഷമീം, ലാസ്റ്റ് പറഞ്ഞത് ക്ലിയർ ആയല്ലോ, ഒന്നോട്ട് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു ഷമീം. ഇവിടെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് രാജ്യസഭ ക്യാൻ എയ്തർ അപ്രൂവ് ദ ബിൽ ഓർ സജസ്റ്റ്. അപ്രൂവ് ചെയ്യാം അല്ലെ സജസ്റ്റ് ചെയ്യാം, ചേഞ്ചസ് സജസ്റ്റ് ചെയ്യാന്നാണ് പറയുന്നത്. ബട്ട് കനോട്ട് റിജക്ട് എന്ന് പറയുന്നത്. അത് റിജക്ട് ചെയ്യാനുള്ള അധികാരം രാജ്യസഭയ്ക്ക് ഇല്ലെന്ന് പറയുന്നുണ്ട്. അതായത് മണി ബില്ലിനെ അപ്പൊ നമുക്ക് ഒരു തിയറി, ഒരു കാര്യത്തിൽ എത്താൻ പറ്റും. രാജ്യസഭയ്ക്ക് അത്രയ്ക്ക് പവർ ഇല്ല. ഈ 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് മണിനെ സംബന്ധിച്ച് രാജ്യസഭയ്ക്ക് പവർ ഇല്ല. 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? amendments to a money bill suggested by രാജ്യസഭ have to be accepted by ലോക്സഭ. അതായത് രാജ്യസഭ എന്ത് സജഷൻ പറഞ്ഞാലും അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ എന്നാ പറയുന്നത്. മനസ്സിലായോ? അതായത് അപ്പം രാജ്യസഭയ്ക്ക് പവർ ആയില്ല അവിടെ. 3ാമത്തെ പറയുന്നു രാജ്യസഭയ്ക്ക് പവർ ഇല്ലെന്ന്, 4ാമത്തെ പറയുന്നു രാജ്യസഭയ്ക്ക് പവർ ആണ്. അത് കോൺട്രാഡിക്ടറി ആയില്ലേ? അതെ, ഞാൻ പറഞ്ഞു മനസ്സിലായോ? ആ സ്റ്റേറ്റ്മെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ച് പോകത്തില്ല. ഒരിക്കലും 3ഉം 4ഉം ചേർന്ന് പോത്തേയില്ല. 3ഉം 4ഉം ഒരുമിച്ച് വരത്തില്ല. ഓപ്ഷൻ നമ്മൾ അവിടെ എലിമിനേറ്റ് ചെയ്യും. അപ്പൊ ഡി എലിമിനേറ്റ് ചെയ്തു. അപ്പൊ നമ്മൾ അത് എലിമിനേറ്റ് ചെയ്തു. ഡി എലിമിനേറ്റ് ചെയ്തു. ദെൻ നമ്മുടെ കയ്യില് സർ ശകലം മേളോട്ട് വരും. നമ്മുടെ കയ്യിൽ ഒന്നുണ്ട്, നമ്മൾ ഒന്ന് ശരിയായിട്ട് എടുത്തു. സോ നമ്മൾ ഒന്നെന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഇല്ലാത്തതെല്ലാം വെട്ടിക്കളഞ്ഞു. എനിക്ക് സാർ അത് താഴെ കാണുന്നില്ല. ഒന്നെന്നുള്ള സ്റ്റേറ്റ്മെന്റ് നമുക്ക് ബിയും ഡിയും നമ്മുടെ കയ്യിൽ നിന്ന് പോയി. ബിയും ഡിയും നമ്മുടെ കയ്യിൽ നിന്ന് പോയി. ബിക്കോസ് ഒന്ന് നമ്മൾ ശരിയായിട്ട് എടുത്ത് ബിയും ഡിയും പോയി. നമ്മുടെ ഇനിയുള്ളത് 1, 2 സോറി എയും സിയും ഉള്ളത്. ഇനി മേളിലോട്ട് വന്നു സാർ. സോ 2 നമുക്ക് അറിയത്തില്ലെങ്കിൽ പോലും 2 ഓൾറെഡി അവിടെ ശരിയായി. ഹലോ, കാരണം എയിലും സിയിലും 2 ഓൾറെഡി ഉണ്ട്. എയിലും സിയിലും 2 ഓൾറെഡി ഉണ്ട്. ഇനി 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ നോക്കുവാണെങ്കിൽ 3ഉം 4ഉം ഒരുമിച്ച് വരത്തില്ല. പക്ഷെ ഏതെങ്കിലും ഒന്ന് ശരിയായിരിക്കുമല്ലോ, കോൺട്രാഡിക്ടറി ആയിക്കൊണ്ട്. സോ നമുക്ക് 4 പോയത് സ്ഥിതിക്ക് നമുക്ക് 3 ശരിയായിട്ട് എടുത്താൽ സി നമുക്ക് ശരിയായിട്ട് എടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ ക്ലിയർ ആയോ? എനിക്ക് ഇതിന്റെ വരയ്ക്കാനുള്ള സംവിധാനം ഇല്ലാത്തതുകൊണ്ടേ. കറക്റ്റ് ആൻസർ കൂടെ ഓരോന്നിന്റെ എക്സ്പ്ലെയിൻ ചെയ്ത് കറക്റ്റ് ആൻസർ സി ആണ്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഓട്ടോമാറ്റിക്കലി ശരിയായി. നമ്മുടെ പോസിറ്റീവ് അപ്രോച്ചും നമ്മൾ ഓപ്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്ത് അതിൻ്റെ അകത്ത് കോൺട്രാഡിക്ടറി ആയിട്ടുള്ള ഓപ്ഷൻസ് വരുന്ന ഓപ്ഷൻ നമ്മൾ എലിമിനേറ്റ് ചെയ്ത്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഓപ്ഷൻസ് വരുമ്പോൾ ആ കോൺട്രഡിക്ടറി അതിൽ തെറ്റാവാൻ സാധ്യതയുള്ള ഓപ്ഷൻ എടുത്ത് കളഞ്ഞിട്ട് ശരിയായുള്ള ഓപ്ഷനിലേക്ക് പോകും. അല്ല, ഇതിനകത്ത് തന്നെ ഇത് ആക്ച്വലി 2024 ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ തൊട്ട് കഴിഞ്ഞ വട്ടത്തെ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് ഇങ്ങനത്തെ ചോദ്യം ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് ഈ 3ഉം 4ഉം ഒരുമിച്ച് വരുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നമുക്ക് ഉള്ള വെളിയിൽ നിന്നുള്ള അറിവ് വെച്ചിട്ടല്ല, ഈ ഓപ്ഷൻ്റെ അകത്തുള്ള അറിവ് വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഓപ്ഷൻ പറയുന്നത് ഇന്ന കാര്യങ്ങൾ. അപ്പം നമ്മൾ സാധാരണ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ വെളിയിൽ നിന്ന് നമ്മുടെ എക്സിസ്റ്റിംഗ് നോളജിനെ വെച്ച് ചിന്തിച്ചിട്ടാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കാൻ നമുക്ക് കുറച്ചുകൂടി ശരിയായിട്ടു. ഓക്കെ, അടുത്ത കോമൺ സെൻസ് ബേസ്ഡ് ലോജിക്. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം. അടുത്ത നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാവോ? കോമൺ സെൻസ് ബേസ്ഡ് ലോജിക് നിങ്ങൾ തന്നെ ഒന്ന് ആൻസർ ഇടാമോ?
അതിൽ ആൻസർ ഇടാവോ? എ ആണോ? ഓക്കെ, പറയാം. ഏതാ ഷമീം പറഞ്ഞു? എന്തായിരുന്നു ആൻസർ? ഇടാം, ആൻസർ അവരിട്ട് ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് while any എ ആണ് ഉത്തരവായിട്ട് സാർ അത് കൊടുത്തിരിക്കുന്നത്. പറയാം. സാർ കുറച്ചൊന്ന് ഓക്കെ. while any resolution for the removal of the speaker of Lok Sabha is under consideration എന്നാ പറയുന്നത്. അതായത് സ്പീക്കറിനെ മാറ്റാനുള്ള റെസൊല്യൂഷൻ ലോക്സഭ കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള കാര്യമാണ് ഈ ചോദിക്കുന്നത്. ഹി ഷാൾ നോട്ട് പ്രിസൈഡ്. അയാൾക്ക് പ്രിസൈഡ് ചെയ്യാൻ പറ്റില്ല എന്നാ പറയുന്നത്. ഹി ഷാൾ നോട്ട് ഹാവ് ദ റൈറ്റ് ടു സ്പീക്ക് എന്നാ പറയുന്നത്. ആ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നിങ്ങളൊന്ന് നോക്കി. നമ്മൾക്ക് അയാൾക്ക് സംസാരിക്കാൻ പറ്റത്തില്ലെന്നാ പറയുന്നത്. അയാളുടെ ഭാഗം അയാൾക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ഒരാളെ കൊന്നിട്ട് വന്നേക്കുക. അപ്പൊ കോടതി വരുമ്പോൾ അയാളുടെ ഭാഗം പോലും കോടതി കേൾക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ഇത്രയും റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു പൊസിഷൻ ഇരിക്കുന്ന അയാള് എന്തെങ്കിലും ഗിൽറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ടാകുമായിരിക്കുമല്ലോ. അതുകൊണ്ടാണല്ലോ അയാൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു റെസൊല്യൂഷൻ വന്നത്. അപ്പൊ അയാളുടെ ഭാഗം സംസാരിക്കാൻ പറ്റത്തില്ലാത്ത ഒരു അവസ്ഥ വരുവാന്ന് വെച്ച് കഴിഞ്ഞാല് അത് കോമൺ സെൻസ് വെച്ചിട്ട് പോസിബിൾ ആണോ? അല്ല, അത് കറക്റ്റ് അല്ല. അപ്പൊ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ല. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ല. അപ്പൊ ആ 2 എന്ന് പറയുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റും നമുക്ക് കളയാൻ പറ്റും. ഏതാ? ആ 2 എന്ന് പറയുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റും കളഞ്ഞ ആൻസർ നമുക്ക് കിട്ടിയേ. 2 ഉള്ളതില് 1, 2 ബാക്കി 3 ഓപ്ഷനിലും 2 വരുന്നുണ്ട്. അതായത് അവര് നമ്മുടെ കോമൺ സെൻസ് ആണ് അവിടെ ചെക്ക് ചെയ്തിരിക്കുന്നത്. കറക്റ്റ്. അതായത് നിങ്ങൾക്ക് നോളജ് ഉണ്ടോ എന്നല്ല ഇവിടെ UPSC ക്വസ്റ്റ്യനിലൂടെ നോക്കുന്നത്. ഈ ക്വസ്റ്റ്യനിലൂടെ UPSC നോക്കുന്നത് നിങ്ങൾക്ക് കോമൺ സെൻസ് ഉണ്ടോ എന്നതാണ്. മനസ്സിലായി? അതാണ് നമ്മൾ ക്വസ്റ്റ്യൻ ക്വാളിറ്റി എന്നാണല്ലോ വന്നതെന്ന് നമ്മൾ നോക്കും. പക്ഷെ അതിന് നമുക്ക് ക്വാളിറ്റി അറിയുക പോലും ചെയ്യേണ്ട ആവശ്യം. വെരി ഗുഡ്. സാർ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ഡിസ്ക്രിപ്ഷൻ മെത്തേഡ് എന്നുള്ള അടുത്ത ഒരു അപ്രോച്ച് ആണ് നമ്മൾ കാണുന്നത്. ഡിസ്ക്രിപ്ഷൻ മെത്തേഡ് ബേസ്ഡ് according to the Environmental Protection Agency, which one of the following is the largest source of sulfur dioxide emission എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഏതാണ് സൾഫർ ഡയോക്സൈഡ് എമിഷൻ ഏറ്റവും കൂടുതൽ ഉള്ളതെന്നാണ് ചോദിക്കുന്നത്. സോ ആ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് എന്തൊക്കെ എടുക്കാൻ പറ്റുന്നത്? സൾഫർ ഡയോക്സൈഡ് എമിഷൻ എന്ന് പറയുന്നത് എമിഷൻ പൊല്യൂട്ടന്റ് ആകാം എന്നൊക്കെ വിചാരിക്കാം. പക്ഷെ അതിന് മുമ്പ് പറഞ്ഞ അക്കോർഡിംഗ് ടു ദ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി. അപ്പൊ ഉറപ്പായിട്ടും എൻവയോൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യുന്ന ഏജൻസി ബന്ധപ്പെടുത്തി നമുക്ക് എന്താ ഓക്കെ അത് ഡി ആൻസർ. ഓക്കെ ഫൈൻ. സൾഫർ ഡയോക്സൈഡ് ഏറ്റവും അതായത് സാർ ഈ ഡിസ്ക്രിപ്ഷനിൽ പറയുന്നത് സൾഫർ ഡയോക്സൈഡ് എമിഷൻ ഏറ്റവും കൂടുതൽ ഏതാണുള്ള. അപ്പൊ നമുക്ക് സൾഫർ ഡയോക്സൈഡ് ഒരു പൊല്യൂട്ടന്റ് ആണെന്ന് അറിയുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്തുനിന്ന് ഏറ്റവും കൂടുതൽ പൊല്യൂട്ടന്റ് ആയിട്ടുള്ള എമിറ്റ് ചെയ്യുന്ന ഏതാണെന്ന് നോക്കിയാൽ മതി. ഇപ്പൊ ഷിപ്പ് യൂസിങ് ഫോസിൽ ഫ്യൂവല് അല്ലെ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം ഓർസ്, ഇതെല്ലാം ഇതിനെക്കാട്ടിലും കൂടുതൽ മനുഷ്യൻ ഉപയോഗിക്കുന്ന പവർ പ്ലാന്റ്സ് യൂസിങ് ഫോസിൽ ഫ്യൂവൽസ്. അതായത് നമുക്ക് മേളിൽ അക്കോർഡിംഗ് ടു ദ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ നമുക്ക് എഴുതിയിരിക്കുന്നത് നമ്മൾ നമ്മൾ അതിലെ കൂടുതൽ ബന്ധപ്പെടുത്താതെ നേരിട്ട് നമുക്ക് ഡി എന്ന് പറയുന്ന ആൻസറിലോട്ട് എത്താൻ പറ്റും. മനസ്സിലായി? ലോജിക്കലി തന്നെ നമുക്ക് ഓരോ ഓപ്ഷനിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി, അക്കോർഡിംഗ് ടു എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ലാർജസ്റ്റ് സോഴ്സ് ഓഫ് സൾഫർ ഡയോക്സൈഡ് എമിഷൻ. അപ്പൊ ഈ പറഞ്ഞതിൽ സ്വാഭാവികമായിട്ടും സൾഫർ ഡയോക്സൈഡ് ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള ഷിപ്പിൽ നിന്നോ ലോക്കോമോട്ടീവ്സിൽ നിന്നോ അല്ലെങ്കിൽ ഓർ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസോ അല്ല. സ്വാഭാവികമായിട്ടും അത് പവർ പ്ലാന്റ്സ് ആയിരിക്കും എന്നുള്ള ഒരു തലത്തിലേക്ക് വരുന്നു. ബിക്കോസ് ഏറ്റവും കൂടുതൽ ഈ ഷിപ്പ് കാരണം ഏറ്റവും കൂടുതൽ എമിഷൻ ഉണ്ടാക്കുന്ന പവർ പ്ലാന്റ്സ് ആണ്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, സെയിം തന്നെ ഡിസ്ക്രിപ്ഷൻ ബേസ്ഡ്. വീട് തൊട്ട് ഒന്ന് നോക്കി ഈ ക്വസ്റ്റ്യൻ നോക്കി. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് മേക്ക് എ ടൂൾ വിത്ത് എ സ്റ്റിക്ക് ടു സ്ക്രാബ് ഇൻസെക്ട് ഫ്രം എ ഹോൾ ഇൻ എ ട്രീ ഓർ എ ലോഗ് ഓഫ് വുഡ്? ഈ ഡിസ്ക്രിപ്ഷനിൽ പറയുന്നത് അതിന് സ്റ്റിക്ക് പിടിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇതിനകത്ത് അങ്ങനെ പറ്റുന്ന ഏതാ ഉള്ളത് എന്നാലോചിച്ച് നോക്കിയേ. നമ്മൾ പല യൂട്യൂബിലൊക്കെ കണ്ടിട്ടുള്ളതാണ് ഒറാങ്കൂട്ടനാണ്. സോ ആ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് തന്നെ അതിന്റെ ഉത്തരം ഉണ്ട്.
അതിന് കൈയും പിടിക്കാൻ പറ്റുന്ന ഏതാ ഉള്ളത്? ഞാൻ പറഞ്ഞല്ലോ. ഒറാങ്ങൂട്ടാൻ അല്ലേ? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് വിത്ത് ഇൻസെക്ട് ഫ്രം എ ഹോൾ ഇൻ എ ട്രീ, അതായത് ആ ട്രീയുടെ ഹോളിൽ നിന്ന് സ്റ്റിക്ക് കൊണ്ട് എടുക്കാൻ പറ്റുന്ന, അതായത് അതിന് കൈയുണ്ട്, അപ്പൊ മനുഷ്യനെ പോലെ അത് ചെയ്യണം. മനസ്സിലായോ? അപ്പൊ ഈ നോക്കി ആ മനുഷ്യനെ പോലെ ആരെങ്കിലും അങ്ങനെ ചെയ്യാൻ കഴിയുന്നത് ഒറാങ്കൂട്ടൻ. സോ ഡിസ്ക്രിപ്ഷൻ കുറച്ചുകൂടെ നന്നായിട്ട് വായിക്കുകയാണെങ്കിൽ അതിന്റെ ആൻസർ സിമ്പിൾ ആയിട്ട് കിട്ടും. ഓക്കെ, അടുത്ത എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ്സിലേക്ക് പോവുകയാണ്. ഇവിടെ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഇന്ത്യ ഡസ് നോട്ട് ഇമ്പോർട്ട് ആപ്പിൾ ഫ്രം ദ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക. അതായത് ഇന്ത്യ യുണൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് ആപ്പിൾ ഇമ്പോർട്ട് ചെയ്യുന്നില്ല എന്നാ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. വേറെ എന്തെങ്കിലുമൊക്കെയാണ് നമുക്ക് പറയാമായിരുന്നു. ആപ്പിൾ ചെയ്യുന്നില്ല എന്നൊരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് അല്ല. ഇവിടെ നമ്മൾ എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് കുറെ കാര്യം പറഞ്ഞു, ഓള് അങ്ങനെ കുറെ സാധനം പറഞ്ഞു. പക്ഷെ അതല്ലാതെ തന്നെ ഈ സ്റ്റേറ്റ്മെന്റിനെ ഓളൊന്നും ഇല്ലാതെ എക്സ്ട്രീം ആക്കിയേക്കുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാമോ? എന്തെങ്കിലും പറയുമോ? ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത ഷമീം. ചെയ്യാം. ഇന്ത്യ ഡസ് നോട്ട് ഇമ്പോർട്ട് ആപ്പിൾ ഫ്രം ദ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക എന്ന് പറയുന്നത്. അതായത് ഇത് കാണുമ്പോൾ നമ്മൾ എവിടെയും പഠിച്ചിട്ടില്ല ഈ ക്വസ്റ്റ്യൻ. പക്ഷെ നമ്മുടെ കോമൺ സെൻസിൽ നമ്മൾ ആലോചിക്കാൻ നമുക്ക് മനസ്സിലാവും ഇതൊരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണ്. ആപ്പിള് യുണൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്യാതിരിക്കാൻ എന്താ കാരണം? ഇപ്പൊ നമ്മൾ ലുലുമാളിൽ ചെല്ലുകയാണെങ്കിൽ തന്നെ കാണാം അവിടെ USA ആപ്പിള് ഇതെന്നൊക്കെ കാണാം. അപ്പൊ ഇമ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊരു എക്സ്ട്രീം സാധനം. ആരെങ്കിലും 2 കിലോ 5 കിലോ കൊണ്ടുവന്നാൽ തന്നെ അത് ആ സ്റ്റേറ്റ്മെന്റ് പൊളിയും. അത് സ്വാഭാവികമായിട്ട് അറിഞ്ഞിട്ടേക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഇത് എക്സ്ട്രീം ആണെന്നുള്ളത്. നമ്മളത് കാണിച്ചു തന്നേക്കുക ഡസ് നോട്ട് ഇമ്പോർട്ട് ആപ്പിൾ എന്നുള്ളത്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റോടെ വായിച്ച് നമുക്ക് അത് ഉറപ്പിക്കാൻ പറ്റും. ഇൻ ഇന്ത്യ ദ ലോ പ്രൊഹിബിറ്റ് ദ ഇമ്പോർട്ട് ഓഫ് ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡ് വിത്തൗട്ട് ദ അപ്രൂവൽ ഓഫ് ദ കോമ്പീറ്റന്റ് അതോറിറ്റി എന്നാണ് പറയുന്നത്. അതായത് മോഡിഫൈഡ് ചെയ്താണെങ്കിൽ എന്താ അതോറിറ്റിയുടെ അപ്രൂവൽ വേണമെന്ന് പറയുന്നത്. ഇത് ആപ്പിളിന് സിമ്പിളി പറഞ്ഞേക്കുന്നത്. സോ സ്റ്റേറ്റ്മെന്റ് 2 ശരിയാകാൻ ചാൻസ് കൂടുതലും സ്റ്റേറ്റ്മെന്റ് 1 തെറ്റാനുള്ള ചാൻസ് കൂടുതൽ വേണം. അപ്പൊ സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ടുള്ള ഏതാ ഉള്ളത്? ഡി ആണുള്ളത്. സോ നമുക്ക് ഡി ആൻസർ ആയിട്ട് എടുക്കാൻ പറ്റും. Statement 1 is incorrect, statement 2 is correct. Yes, extreme statement ആണ് ഇവിടെ. എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് വേറൊരു ഉദാഹരണം. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണ് മറ്റൊരു ഉദാഹരണം. യെസ്, നോക്കാം, വായിക്കാം. മാർസുപ്പിൾസ് ആർ നോട്ട് നാച്ചുറലി ഫൗണ്ട് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ സാർ. യെസ്, മാർസുപ്പിൾസ് ആർ നോട്ട് നാച്ചുറലി ഫൗണ്ട് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്, അതായത് ഇന്ത്യയിൽ അത് കാണുന്നില്ല എന്ന് പറയുന്നത്. നമുക്ക് കാണുമ്പോൾ അത് എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തോന്നും തീർച്ചയായിട്ടും. ഓക്കെ, പക്ഷെ നമുക്ക് മാർസുപ്പിൾസ് എന്താണെന്ന് അറിയത്തില്ല. അങ്ങനത്തെ ഉള്ള സിറ്റുവേഷൻ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിലൂടെ വായിക്കണം. മാർസുപ്പിൾസ് ക്യാൻ ത്രൈവ് ഓൺലി ഇൻ മൗണ്ടെയിൻ ഗ്രാസ്ലാൻഡ് വിത്ത് നോ പ്രിഡേറ്റർ എന്ന് പറഞ്ഞു. അത് നോക്കി, അതും എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് അല്ലേ? ഞാൻ പറഞ്ഞു മനസ്സിലായോ? നോ പ്രിഡേറ്റർ ആയിട്ട് ഏതെങ്കിലും ജീവി ഉണ്ടോ? predators ഇല്ലാത്ത ഒരു സ്ഥലം ഇല്ല അല്ലേ? പ്രിഡേറ്റർ ഇല്ലാത്ത ഏതെങ്കിലും ജീവി ഉണ്ടോ? ഈ മാർസുപ്പിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കങ്കാരു പോലത്തെ ഐറ്റങ്ങളാണ് ഈ മാർസുപ്പിൾസ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് 1-നെക്കാട്ടിൽ എക്സ്ട്രീം ആണ് സ്റ്റേറ്റ്മെന്റ് 2. അതായത് നമ്മൾ കമ്പയർ ചെയ്യുക. സ്റ്റേറ്റ്മെന്റ് 1 നമുക്ക് എക്സ്ട്രീം ആയിട്ട് ഫീൽ ചെയ്തു, ഓക്കെ ഫൈൻ. സ്റ്റേറ്റ്മെന്റ് 2 വായിച്ചപ്പോൾ അതിലും എക്സ്ട്രീം ആയിട്ട് ഫീൽ ചെയ്തു. സോ അതിലും എക്സ്ട്രീം ആയിട്ടുള്ള നമ്മൾ കമ്പയർ ചെയ്തിട്ട് അത് തെറ്റായിട്ട് എടുക്കുകയാണ്. അതായത് സാർ മേളിൽ കാണിച്ചേ, സ്റ്റേറ്റ്മെന്റ് 2-നെ തെറ്റാക്കിയിട്ടുള്ള മാർസുപ്പിൾസ് ക്യാൻ ത്രൈവ് ഓൺലി ഇൻ മൗണ്ടെയിൻ ഗ്രാസ്ലാൻഡ് വിത്ത് നോ പ്രിഡേറ്റർ എന്നുള്ളത് നമ്മൾ തെറ്റായിട്ട് എടുക്കുകയാണ്. കമ്പയർ ചെയ്ത് തെറ്റായിട്ട് എടുത്തിട്ട് നമ്മൾ ഓപ്ഷൻ്റെ അകത്തോട്ട് വരുന്നു. താഴോട്ട് നോക്കുക സാർ. സ്റ്റേറ്റ്മെന്റ് 1 is correct, but two is സി incorrect. വരും. സി ഉത്തരം വരും. കാര്യം മറ്റു ഓപ്ഷൻസ് എല്ലാം ആ ഒരു രീതി എടുത്തു കഴിഞ്ഞാൽ മറ്റു ഓപ്ഷൻസ് എല്ലാം സ്വാഭാവികമായിട്ടും തെറ്റിപ്പോകും. അതായത് ആദ്യത്തെ ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് ഓർക്കും എക്സ്ട്രീം ആണ്, അങ്ങോട്ട് നോക്കുമ്പോഴും എക്സ്ട്രീം ആണ്. പക്ഷെ നമ്മൾ ഈ എക്സ്ട്രീം രണ്ടിനെ കമ്പയർ ഏറ്റവും എന്നിട്ട് അതിന് നമ്മൾ ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണ് എടുക്കാം. നോക്കാം, വായിക്കാം. ഓക്കെ, ദ യൂറോപ്യൻ പാർലമെന്റ് അപ്രൂവ് ദ നെറ്റ് സീറോ ഇൻഡസ്ട്രി ആക്ട് റീസെന്റ്. അതായത് ഇത് വളരെ ജനറൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതിനകത്ത് എന്തേലും ഉണ്ടോ? അവരൊരു ആക്ട് അപ്രൂവ് ആക്കി. സോ അത് ശരിയാണുള്ള ചാൻസ്, ഇങ്ങനത്തെ ഉള്ള സിറ്റുവേഷൻ നിങ്ങളൊന്ന് ആലോചിക്കണം, അത് ശരിയാണുള്ള ചാൻസ് ആയിരിക്കും വളരെ കൂടുതൽ. നമുക്ക് അടുത്ത സ്റ്റേറ്റ്മെന്റ്
സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിലൂടെ വായിച്ചിട്ട് നമ്മൾ എടുക്കാവുള്ളൂ. The European Union intended to achieve carbon neutrality by 2040 and therefore aim to develop all of its own clean technology by that time. നമ്മൾ വായിക്കുമ്പോൾ ഒരു പ്രശ്നവും തോന്നത്തില്ല. നിങ്ങൾ എക്സാം ഹാളിൽ ഒരു കാര്യം ശ്രദ്ധിച്ചോ, എയിംസ് എന്ന് വന്നിട്ട് അതിന് ശേഷമുള്ള എന്തെങ്കിലും സാധനമാണ് അത് തെറ്റിക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ അവിടെ നിങ്ങൾ കെയർഫുൾ ആയിട്ട് വായിക്കണം, അവിടെ എന്തെങ്കിലും എക്സ്ട്രീം സാധനം ഉണ്ടെന്ന്. therefore aims to develop all of its own clean technology. ഓൾ ഓഫ് ഇറ്റ്സ് ഓൺ ക്ലീൻ ടെക്നോളജി എന്ന് പറയുന്ന ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി, മനസ്സിലായോ? ബൈ ദാറ്റ് ടൈം എന്നാ പറയുന്നത്. സോ അത് എല്ലാം തീർച്ചയായിട്ടും ക്ലീൻ എക്സ്ട്രീം എനർജി അല്ലെ സ്റ്റേറ്റ്മെന്റ് ക്ലീൻ ടെക്നോളജി ആയിരിക്കുക എന്നുള്ളത് പ്രാക്ടിക്കലി ഡിഫിക്കൽട്ട് ആണ്. അത് സാധ്യമാവുന്ന പ്രാക്ടിക്കലി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്, അത് സാധ്യമായിട്ടുള്ള കാര്യമല്ല. സോ അതൊരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് വളരെ ന്യൂട്രൽ ആണ്, അത് കുഴപ്പമില്ലാത്ത സ്റ്റേറ്റ്മെന്റ് ആണ്. സോ അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് എന്നാണ് തെറ്റായിട്ട് എടുക്കുമ്പോൾ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ എ പോകും. സ്റ്റേറ്റ്മെന്റ് എ പറയുന്നത് സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റ് ആണെന്നാണ്. ബിയും പറയുന്നത് അത് കറക്റ്റ് ആണെന്നാണ്. 1 പറയുന്നത് സി പറയുന്നത് 2 ഇൻകറക്റ്റ് ആണെന്നാണ്. അപ്പൊ ഉത്തരം ഏതാ വരിക? സി വരുന്നത്. കാരണം ഒരെണ്ണം തെറ്റാന്ന് കണ്ടാൽ നമ്മൾ ഉത്തരത്തിൽ എത്തി. മനസ്സിലാവുന്നുണ്ട് എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ്സ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം. അടുത്ത ഇതൂടെ. അപ്പൊ UPSC നിങ്ങളുടെ നോളജ് മാത്രമല്ല, ഇത്തരം കാര്യങ്ങളും കൂടി നിങ്ങളുടെ ഒരു മൈൻഡിന്റെ ഒരു കോമ്പിറ്റൻസി കൂടെ ഇത്തരം ക്വസ്റ്റ്യനിലൂടെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അടുത്ത ഈ ക്വസ്റ്റ്യനോട് ഇതിന് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിയാവുന്ന ക്വസ്റ്റ്യൻ ചെയ്ത് ആദ്യം നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുക എന്നുള്ളത്. ആ കോൺഫിഡൻസ് വർദ്ധിച്ചാലേ നമുക്ക് കീവേഡ്സ് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഇത് 3 റൗണ്ടിൽ നമ്മൾ ചെയ്താൽ മതി എന്ന് പറയുന്നത്. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. Recently, Venezuela has achieved a rapid recovery from its economic crisis and succeeded in preventing its people from fleeing, emigrating to other country എന്ന് പറഞ്ഞത്. നിങ്ങൾ ആ സ്റ്റേറ്റ്മെന്റ് നന്നായിട്ടൊന്ന് വായിച്ചു നോക്കി, നിങ്ങൾക്ക് അത് മനസ്സിലായി എക്സ്ട്രീം ആണ്. ഒന്നാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്കണോമിക് റിക്കവറി റാപ്പിഡ് ആയിട്ട് നടന്നെന്നാണ് പറയുന്നത്. ഇതൊരു വലിയ വെനിസ്വേല എന്ന് പറയുന്ന രാജ്യത്ത് റാപ്പിഡ് ആയിട്ട് എക്കണോമിക്, സോ അതും നമുക്ക് ഒരു എക്സ്ട്രീം ആയിട്ട് ഫീൽ ചെയ്യും. പോട്ടെ, അടുത്ത ഇതും കൂടെ വായിച്ച അതിന്റെ കൂടെയുള്ള ഇൻ പ്രിവെന്റിങ് ഇറ്റ്സ് പീപ്പിൾ ഫ്രം ഫ്ലീയിങ് ഓർ എമിഗ്രേറ്റിംഗ് ടു അതർ കൺട്രി. അങ്ങനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുമോ ആൾക്കാരെ? എത്ര പേര് ഒഴിഞ്ഞു പോകുന്നു, നമുക്ക് അത് പ്രിവെന്റ് ചെയ്യാനേ പറ്റത്തില്ല. അതൊരു ഭയങ്കര എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് അവിടെ കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ അതിൻ്റെ അകത്ത് എവിടെ എക്സ്ട്രീം ആയെന്ന്? യെസ്, ഓക്കെ, ഫൈൻ. അത് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ച്. വെനിസ്വേല ഹാസ് ദ വേൾഡ് ലാർജസ്റ്റ് ഓയിൽ റിസോഴ്സ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് അത് കാണുമ്പോൾ ഓർക്കും, അയ്യോ ഗൾഫൊക്കെ ആയിരിക്കുമല്ലോ. സോ അങ്ങനെ നമുക്ക് ലോജിക്കലി ചിന്തിച്ചെടുക്കാൻ പറ്റത്തില്ല. നമ്മൾ എവിടെ വായിച്ച അങ്ങനത്തെ ലോജിക്ക് നമ്മൾ ഇവിടെ ഉപയോഗിക്കില്ല. നമ്മൾ കൃത്യമായിട്ട് സയന്റിഫിക് ആയിട്ടുള്ള ലോജിക്ക് മാത്രമേ ഇവിടെ ഉപയോഗിക്കാവുള്ളൂ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഒരു തരത്തിലും നമുക്ക് ലോജിക്കലി യോജിക്കാൻ പറ്റത്തില്ലാത്ത ഒരു സ്റ്റേറ്റ്മെന്റാണ്. സോ അത് ഉറപ്പായിട്ടും നിങ്ങൾ തെറ്റായിട്ട് എടുക്കണം. അത് തെറ്റായാൽ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടി. തെറ്റായിട്ട് എടുത്ത ഓപ്ഷൻ എ തെറ്റാവും. എ തെറ്റായിട്ട് എടുത്താൽ ബി തെറ്റാവും അല്ലേ? സിയും തെറ്റാവും. അല്ല, എ തെറ്റാ. സാർ ഒരൊറ്റാണെങ്കിൽ നമുക്ക് ഇതിന്റെ ആൻസർ സിമ്പിൾ ആയിട്ട് കിട്ടും. ഡി. അതെ, അതിൽ പിന്നെ സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഇൻകറക്റ്റ് എന്നുള്ളത് പറയുന്നത് ഡി ആണ് വരുന്നത്. സ്റ്റേറ്റ്മെന്റ് 1 മനസ്സിലാത്ത ആരെങ്കിലും ഉണ്ടോ? ഞാൻ അതായത് ഈവൻ വേൾഡിലെ ലാർജസ്റ്റ് ഓയിൽ റിസർവ്സ് വെനിസ്വേലയിലാണോ എന്നുള്ളതിൽ നിങ്ങൾക്ക് അറിവില്ലെങ്കിലും ഇവിടെ ഉത്തരം കണ്ടെത്താൻ പറ്റും എന്നാണ്. കാരണം മേളത്തെ സ്റ്റേറ്റ്മെന്റ് ഭയങ്കരമായിട്ട് എക്സ്ട്രീമാ സാറ്. കാരണം പ്രിവെന്റിങ് ഇറ്റ്സ് പീപ്പിൾ ഫ്രം, അതായത് ആ രാജ്യം പ്രിവെന്റ് ചെയ്യുന്നത് എങ്ങനെ പ്രിവെന്റ് ചെയ്യും സാർ? ഇപ്പൊ ഈ രാജ്യത്തു നിന്നാണേലും എത്രയോ പേര് എന്താ പറയുന്ന വിസ ഇല്ലാതെ തന്നെ ഓടുന്നുണ്ട്. ഒരു രാജ്യത്തിന് ജനങ്ങളെ മറ്റൊരു രാജ്യത്ത് പ്രിവെന്റ് ചെയ്യാൻ കഴിയില്ല. റാപ്പിഡ് റിക്കവറി എന്ന് പറഞ്ഞാൽ റാപ്പിഡ് റിക്കവറി എങ്ങനെ എക്കണോമിക് ക്രൈസിസ് നടക്കും? അപ്പൊ എനിക്ക് തോന്നുന്നു അതിനെക്കുറിച്ച് ഇവർക്ക് ഒരു ക്ലാരിറ്റി കിട്ടി. അടുത്ത നമ്മുടെ ഒരു അപ്രോച്ച്, പ്രിലിംസിലെ ഒരു അപ്രോച്ച് ആണ് വേർഡ് ഡീകൺസ്ട്രക്ഷൻ അപ്രോച്ച് എന്ന് പറയുന്നത്. അതിലേക്ക് പോകാം. സോ ഇപ്പം ഇതൊക്കെ ആദ്യമായിട്ട് കാണുമ്പോൾ നമ്മൾ അവർക്ക് ഇതെന്താ സംഭവമാണ്, പക്ഷെ ഒന്നുമില്ല. സ്മോൾ ഫാർമർ ലാർജ് ഫീൽഡ്, ഈ വേർഡിനെ നമ്മൾ
രണ്ടായിട്ട് പകുക്കുന്നു. സ്മോൾ ഫാർമർ, ലാർജ് ഫീൽഡ്. ഐ മീൻ എനിക്ക് വരയ്ക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് നിങ്ങളത് മനസ്സിൽ വിചാരിച്ചോണം. സ്മോൾ ഫാർമർ എന്ന് എഴുതിയിട്ട് ഒരു വര ഇട്ടിട്ട് ലാർജ് ഫീൽഡ്. ഇതാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. ഇനി നമുക്ക് താഴോട്ടുള്ള ഓപ്ഷൻ നോക്കാം. റീസെറ്റിൽമെന്റ് ഓഫ് ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ uprooted from their countries due to war. Okay. By giving them a large cultivable land which they cultivate collectively and share the produce. Okay. Second B one is sir. Many marginal farmers in an area organize themselves into groups and synchronize and harmonize selected agricultural operations. എന്നാ പറയുന്നത്. Okay. C one. Many marginal farmers in an area together make a contract with a corporate body and surrender their land to the corporate body for a fixed term for which the corporate body make a payment of agreement amount to the farmer. അതായത് ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടല്ല എഴുതി വെച്ചേക്കുന്നത്. നിങ്ങളൊന്ന് നോക്കിയേ. ആ സ്മോൾ ഫാർമർ, ലാർജ് ഫീൽഡ് എന്ന് പറയും. അതായത് സ്മോൾ ഫാർമറും ഉണ്ട്, ലാർജ് ഫീൽഡും ഉണ്ട്. അപ്പൊ ഈ സ്മോൾ ഫാർമർ എങ്ങനെ ലാർജ് ഫീൽഡ് ആകും? അവർ ഒരുമിച്ച് വന്നിട്ടേ ലാർജ് ഫീൽഡ് ആകത്തുള്ളൂ. ഒരു പോസിറ്റീവ് സെൻസിലായിരിക്കും അത് വന്നേക്കുന്നത്. ആ വേർഡ് തന്നെ പോസിറ്റീവ് അല്ലേ? സോ ഇതിനകത്ത് ആ പോസിറ്റീവായിട്ട് വരാൻ പറ്റുന്ന ഏതാണ് എന്ന് വായിച്ചിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? ഇപ്പൊ ഇത്രയും വായിച്ചതില്ല. മറ്റേതാണ് കമ്പനി എക്സ്റ്റെൻഡ് ലോൺ, ടെക്നിക്കൽ നോളജ് ആൻഡ് മെറ്റീരിയൽ. അത് കമ്പനിയെ കുറിച്ചും അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നത്. അതായത് നമുക്ക് ഇതിനകത്തൊന്നും അറിയത്തില്ല. നിങ്ങൾ എക്സിസ്റ്റിംഗ് നോളജ് വെച്ചിട്ട് ആലോചിക്കില്ല. നമ്മൾ ഈ വാക്കിനെ ഈ തന്നേക്കുന്ന എയും ബിയും സിക്കകത്ത് ഏറ്റവും അനുയോജ്യമായിട്ട് എവിടാ? ഈ റൈറ്റ് ബി. ബിയിലേ വരത്തുള്ളൂ. നിങ്ങൾ എത്ര വേണേലും വായിച്ചു നോക്കൂ. ഈ തന്നേക്കുന്ന വാക്കിനെ നമ്മളുടെ ഓപ്ഷനുമായിട്ട് ബന്ധിപ്പിക്കുമ്പോഴത്തേക്കും നമുക്ക് ബി എ കിട്ടത്തുള്ളൂ. നിങ്ങൾക്ക് എയോ സിയോ ആണ് കിട്ടുന്നെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് വായിക്കണമെന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ അകത്തോട്ട് പോകാം. സാർ ഇത് എനിക്ക് ഫുൾ ആയിട്ട് വേർഡിന് തന്നെ നമ്മൾ മീനിങ് എടുക്കുന്നു. ആ ക്വസ്റ്റ്യനിലുള്ള വേർഡ് തന്നെ ഡീകൺസ്ട്രക്ട് ചെയ്തിട്ട് അതിനെ ആൻസറിലേക്ക് ഓപ്ഷന്റെ അകത്തോട്ട് വന്ന് ആൻസറിലേക്ക് വരുന്നു. ഈ ക്വസ്റ്റ്യൻ നോക്കി. ഇതും അതുപോലെ തന്നെ സാർ. എനിക്ക് കാണത്തില്ലേ, അല്ല കുറച്ചുകൂടെ സൂം ഔട്ട് ചെയ്യോ? Recently, the term pumped storage hydropower is actually an appropriately discussed in the context of which one of the following? Pumped storage hydropower. Sir, ഈ പംപ്ഡ് സ്റ്റോറേജ് ഹൈഡ്രോ പവർ നമ്മൾ രണ്ട് വേർഡായിട്ട് തിരിക്കുന്നു. ഒന്ന് പംപ്ഡ് സ്റ്റോറേജും പിന്നെ ഹൈഡ്രോ പവറും. സാർ കുറച്ചൊന്ന് സൂം ഔട്ട് ചെയ്യോ? സാർ സൂം ഔട്ട് കാണുന്നുണ്ടോ? കുറച്ചുകൂടെ. ഓക്കെ, ഫൈൻ. ഇത് ഒരുപാട് സൂം ആയിപ്പോയി സാർ. ഇപ്പോഴോ? ഓക്കെ. ഇവിടെ നമുക്ക് ഉള്ള വേർഡ് പംപ്ഡ് സ്റ്റോറേജ് ഹൈഡ്രോ പവർ എന്നാണ്. അപ്പം ഈ പംപ്ഡ് സ്റ്റോറേജ് ഹൈഡ്രോ പവർ നമ്മൾ രണ്ട് വാക്കായിട്ട് തിരിച്ചു. എന്നിട്ട് നമ്മൾ ഓപ്ഷൻ്റെ അകത്ത് ഇട്ട് നോക്കാൻ പോകും. ഇറിഗേഷൻ ഓഫ് ടെറസ് ക്രോപ്പ് ഫീൽഡ്സ് എന്ന് പറയുന്നത്. സോ ഇറിഗേഷൻ വന്നു, പംപ്ഡ് സ്റ്റോറേജ്. സോ പംപ്ഡ് എന്നുള്ളത് ഓക്കെ ഫൈൻ, വാക്ക് അവിടെ വരുന്നുണ്ട്. അപ്പം നമുക്ക് അവിടെ എത്താൻ പറ്റുന്നില്ല. ബി, ലിഫ്റ്റ് ഇറിഗേഷൻ ഓഫ് സീരിയൽസ് ക്രോപ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഇറിഗേഷൻ പറയുന്നുണ്ട്. സോ ആ വാക്കായിട്ടൊരു ബന്ധമുണ്ട്. പംപ്ഡ് സ്റ്റോറേജ് ഒക്കെ ബന്ധമുണ്ട്. ലോങ് ഡ്യൂറേഷൻ എനർജി സ്റ്റോറേജ് എന്ന് പറയുന്നുണ്ട്. നമുക്ക് മേ ബി പംപ്ഡ് സ്റ്റോറേജ് വെക്കാം. പക്ഷെങ്കിൽ നമുക്ക് ആദ്യം ആലോചിക്കുക ഒരു ബന്ധവും ഇല്ലല്ലോ, നമുക്ക് അവിടെ വെക്കാം. ഡിയും കൂടെ വായിച്ചേക്കാം. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റം എന്നാ പറയുന്നത് ഡി. ആക്ച്വലി പംപ്ഡ് സ്റ്റോറേജ് വേണമെങ്കിൽ പമ്പ് ചെയ്ത് സ്റ്റോർ ചെയ്യാമല്ലോ റെയിൻ വാട്ടർ, അതും ആകാം. അപ്പൊ നമുക്ക് ആ വഴിക്ക് നമുക്കൊരു ധാരണയും കിട്ടുന്നില്ല. അടുത്ത നമുക്ക് ഹൈഡ്രോ പവർ എന്ന് പറയുന്നുണ്ട്. സോ ഹൈഡ്രോ പവർ എന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ? ഇപ്പൊ ജലവൈദ്യുതി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പോൾ എന്തോ പവറുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ ഇവിടെ പവറുമായിട്ട് ബന്ധപ്പെട്ട ഏതോ ഒറ്റ കാര്യം പറയുന്നുള്ളൂ. സി, ലോങ് ഡ്യൂറേഷൻ എനർജി സ്റ്റോറേജ്. അതായത് എനർജി സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന, റൈറ്റ്, എനർജി സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന
ഒറ്റ ഒരു ഓപ്ഷനേ ഇവിടെ ഉള്ളൂ. ബാക്കി നിങ്ങളൊന്ന് ഓട് വൺ ഔട്ട് നോക്കിയാൽ 2 ഇറിഗേഷനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ രണ്ടും ഒരേ ഉത്തരം വരുമോ? ഒരു ചോദ്യത്തിൽ രണ്ടും ഒരേ ഉത്തരം വരുമോ? സോ എയും ബിയും ഒരേ സ്വഭാവമുള്ള അനിയന്മാരാ, അവരൊരിക്കലും വരത്തില്ല. സോ ബാക്കി മറിച്ച് നമുക്ക് സിയും ഡി ആ വരുന്നത്. സിയും ഡിയും കമ്പയർ ചെയ്താൽ പോലും നമുക്ക് ഹൈഡ്രോ പവർ വെച്ചിട്ട് സിയിൽ എത്താൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് അടുത്തതിലോട്ട് പോവാം. സർ വന്നോ? അടുത്ത സ്റ്റേറ്റ്മെന്റ് കൺസിസ്റ്റൻസി കാണാം. റെയിൻഫോൾ ഈസ് വൺ ഓഫ് ദ റീസൺ ഫോർ വെതറിംഗ് ഓഫ് റോക്സ്. സാർ മുമ്പേ വെച്ച പോലെ തന്നെ വെച്ചാൽ മതി, എനിക്ക് കാണാൻ പറ്റും. ഇത് ഇങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓക്കെ. റെയിൻഫോൾ ഈസ് വൺ ഓഫ് ദ റീസൺ ഫോർ വെതറിംഗ് ഓഫ് റോക്സ് എന്നാ പറയുന്നത്. റെയിൻ വാട്ടർ കണ്ടെയ്ൻ കാർബൺ ഡയോക്സൈഡ് ഇൻ സൊല്യൂഷൻ. അതായത് ഇവിടെ പറയുന്ന സ്റ്റേറ്റ്മെന്റ് 1ഉം 2ഉം തമ്മിൽ നിങ്ങൾ നോക്കി എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കി. സ്റ്റേറ്റ്മെന്റ് കൺസിസ്റ്റന്റ് അല്ലേ? റെയിൻ വാട്ടർ വൺ ഓഫ് ദ റീസൺ എന്ന് പറയുന്നത് വെതറിങ്ങിന്. അത് റോക്ക് വെതർ ചെയ്യുന്നതിന്റെ ഒരു കാരണം, പല കാരണത്തിൽ ഒരു കാരണമാണെന്ന് പറയുന്നത്. ഓക്കെ ഫൈൻ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? റെയിൻ വാട്ടർ കണ്ടെയ്ൻസ് കാർബൺ ഡയോക്സൈഡ് ഇൻ സൊല്യൂഷൻ. കാർബൺ ഡയോക്സൈഡ് സൊല്യൂഷൻ റെയിൻ വാട്ടറിൽ ഉണ്ടെന്ന് പറഞ്ഞത്. അതും ശരിയായിരിക്കത്തില്ലേ? ഇപ്പൊ ചുണ്ണാമ്പുകളിലൊക്കെ കാർബൺ ഡയോക്സൈഡ് വെച്ചിട്ട് എന്താ പറയാ അലുത്തു പോത്തൊക്കെ ഇല്ലേ? അപ്പം റൈറ്റ്, അതും ഒരു ശരിയായ സ്റ്റേറ്റ്മെന്റ്. അതായത് സ്റ്റേറ്റ്മെന്റ് 1നെ സ്റ്റേറ്റ്മെന്റ് 2 ആയിട്ട് നമ്മളൊന്ന് തുലനം ചെയ്ത് നോക്കിയേ. സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണ്, 2ഉം ശരിയല്ലേ? ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഏതെങ്കിലും ഒരു റീസൺ ആണ്, ആ റീസൺ ഇതൊരു റീസൺ ആണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. അപ്പം നമ്മുടെ ആൻസർ ഏതാണ്? എ ആണ്. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് തന്നെ ഇരിക്കുന്നത്. നിങ്ങൾ ആരും സംസാരിക്കാത്തതുകൊണ്ട് അതിന്റെ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഒന്നുകൂടി പറഞ്ഞ അത് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത്. സാർ ഇവിടെ പറയുന്നത് റെയിൻഫോൾ ഈസ് വൺ ഓഫ് ദ റീസൺ ഫോർ വെതറിംഗ് ഓഫ് റോക്സ് എന്ന് പറയുന്നത്. അതെ, മഴ മൂലം റോക്സിന് വെതറിംഗ് സംഭവിക്കാം. റെയിൻഫോൾ ഈസ് വൺ ഓഫ് ദ റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, അതെ, പല കാരണങ്ങളും. അതിന്റെ അകത്ത് റെയിൻ വാട്ടർ കണ്ടെയ്ൻസ് കാർബൺ ഡയോക്സൈഡ് ഇൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞത്. അതായത് അപ്പൊ നമ്മൾ ആലോചിക്കും, ചിലര് ഭയങ്കരമായിട്ട് ആലോചിക്കുന്നവരായിരിക്കും റെയിൻ വാട്ടറിനകത്ത് അതിന് കാർബൺ ഡയോക്സൈഡ് ഉണ്ടോ? ഇപ്പൊ നമ്മൾ സോഡയ്ക്കകത്ത് വരില്ലേ? അപ്പൊ വാട്ടറിനകത്ത് കാർബൺ ഡയോക്സൈഡ് വരാൻ സാധ്യത ഉണ്ട്. അതിന്റെ കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ചുണ്ണാമ്പുകളിലൊക്കെ കാർബൺ ഡയോക്സൈഡ് വന്നു കഴിഞ്ഞാൽ വെതർ ചെയ്യാനുള്ള ചാൻസും ഉണ്ട്. അപ്പൊ നമുക്ക് സ്റ്റേറ്റ്മെന്റ് 1ഉം സ്റ്റേറ്റ്മെന്റ് 2ഉം ഒരുമിച്ച് പോകുന്ന സ്റ്റേറ്റ്മെന്റാ. മനസ്സിലായോ സാർ? അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1ഉം 2ഉം അതിന്റെ ഒരു റീസൺ, അതായത് ഓപ്ഷൻ എ ആണ് ഇവിടെ വരാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. അതായത് രണ്ട് സ്റ്റേറ്റ്മെന്റ് കൺസിസ്റ്റന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 2ഉം 3ഉം ഉണ്ടല്ലോ. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അല്ല സാർ, ഇവിടെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും ഉണ്ട്. റെയിൻ വാട്ടർ കണ്ടെയ്ൻ അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ. സോ അത് കാർബൺ ഡയോക്സൈഡ് ഉണ്ട്, ഓക്സിജനും ഉണ്ടാകാനുള്ള ചാൻസ് അതിൻ്റെ അകത്ത് ഉണ്ടാവും. സോ സ്റ്റേറ്റ്മെന്റ് 1ഉം 2ഉം വെച്ചിട്ട് നമുക്ക് ആ സ്റ്റേറ്റ്മെന്റുകൾ വായിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റ് കൺസിസ്റ്റൻസി വെച്ച് നമ്മൾ ആൻസറിലേക്ക് വരുന്നു അല്ലേ? ഓക്കെ. കുറച്ച് ആൾക്കാർ ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്തവരുണ്ട്. അവർക്ക് വേണമെങ്കിൽ പോസിറ്റീവ് അപ്രോച്ച് ഒന്നുകൂടെ മനസ്സിലാകാത്തവർക്ക് വേണ്ടി സാർ ക്വസ്റ്റ്യൻസ് ഒക്കെ തീർന്നു. അതെ. ഓക്കെ, പോസിറ്റീവ് അപ്രോച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടു. ആ സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ ആദ്യം ശരിയായിട്ട് നമ്മൾ കരുതുന്നത്, ആ സ്റ്റേറ്റ്മെന്റ് ശരിയാന്ന് കരുതി അതിൻ്റെ അകത്ത് കൗണ്ടർ ചെയ്യാനുള്ള പോസിബിലിറ്റി കണ്ടെത്തി ആ പോസിബിലിറ്റിയെ കൗണ്ടർ ചെയ്ത് നമ്മൾ തെറ്റിക്കാൻ നോക്കുന്നു. നമുക്ക് തെറ്റിക്കാൻ പറ്റിയില്ല, ആ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ശരിയായിട്ട് തന്നെ എടുക്കുന്നു. ഇതാണ് പോസിറ്റീവ് അപ്രോച്ച്. മനസ്സിലായോ? ഓക്കെ, പോസിറ്റീവ് അപ്രോച്ചിന്റെ ക്വസ്റ്റ്യൻ ഒന്നും ഇവിടെ ഇട്ടിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ? കുറച്ച് താഴെ വരുമ്പോഴത്തേനും ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് സാർ. പലതരം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് നമ്മുടെ 100 ക്വസ്റ്റ്യനകത്ത് പല രീതിയിൽ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് എല്ലാം കൂടെ ഒറ്റ ഒരു ക്ലാസ്സിനകത്ത് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടിക്കലി എടുക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ഏതാ പറഞ്ഞു? ഉണ്ടോ സാർ? കുറച്ച് മേളിലാന്ന് തോന്നുന്നു. ആ മണി ബില്ല് സംബന്ധിച്ച അതല്ല ഇതല്ല സാർ, മണി ബില്ല് സംബന്ധിച്ച്. സാറ് അവിടെ അല്ല കുറച്ച് താഴോട്ടോ സാർ. മണി ബില്ല് സംബന്ധിച്ച്
ഇതല്ലേ ഈ ക്വസ്റ്റ്യൻ Yeah, 68. ഇത്. ഉം. Article 109 mentions special procedure in respect of money bill എന്ന് പറയുന്നത്. അതായത് പോസിറ്റീവ് അപ്രോച്ച് വെച്ച് നമ്മൾ ആദ്യം ഇത് ശരിയായിട്ട് എടുക്കും ഈ സ്റ്റേറ്റ്മെന്റ്. അതെ, അത് ഈ നമ്മൾ ഇതിനെ സ്റ്റേറ്റ്മെന്റ് കൗണ്ടർ ചെയ്യാൻ ശരിയായിട്ട് വേണ്ടി പോവാണ്. ഉം. എന്നിട്ട് നമ്മൾ ഇതിനെ കൗണ്ടർ ചെയ്യാൻ പോവാം. കൗണ്ടർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആർട്ടിക്കിൾ 109 എന്നുള്ളതുണ്ട്. ബാക്കി പറയുന്നത് സ്പെഷ്യൽ പ്രൊസീജിയർ ഇൻ റെസ്പെക്ട് ഓഫ് മണി ബിൽ. മണി ബില്ലിനെ സംബന്ധിച്ച് ഈ 109 ആർട്ടിക്കിൾ ആണെന്നാ പറയുന്നത്. അപ്പൊ നമ്മൾക്ക് കൗണ്ടർ ചെയ്യാനുള്ള പോസിബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 109 ആണോ 112 ആണോ 120 ആണോ എന്നുള്ളതാണ് കൗണ്ടറിങ് പോസിബിലിറ്റി അവിടുത്തെ. അപ്പൊ ആ കൗണ്ടറിങ് പോസിബിലിറ്റി വെച്ചിട്ട് നമ്മൾ ആലോചിക്കുന്നു, നമ്മൾ പല രീതിയിലുള്ള ലോജിക് ഇടാൻ നോക്കുന്നു. അപ്പൊ നമുക്കൊന്നും നടപടി ആവുന്നില്ല, അത് കൗണ്ടർ ചെയ്ത് തെറ്റാന്ന് നമുക്ക് സ്ഥാപിക്കാൻ പറ്റുന്നില്ല. സോ നമ്മൾ എന്ത് ചെയ്യും, അതിനെ ശരിയായിട്ട് എടുക്കും. ആ ഓപ്ഷൻ ശരിയായിട്ട് നമുക്ക് എടുക്കാനും പറ്റത്തുള്ളൂ. സോ ഇതാണ് പോസിറ്റീവ് അപ്രോച്ച്. ഇത് നമ്മൾ പറഞ്ഞായിരുന്നു സാർ. ഞാൻ ലേറ്റ് ആയിട്ട് രണ്ടുപേര് ജോയിൻ ചെയ്ത് അവർക്കൂടെ കിട്ടാൻ വേണ്ടിയാണ് ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്യാൻ. ഓക്കെ ഫൈൻ. ഇപ്പം നമ്മൾ ഒരു ക്വസ്റ്റ്യൻ തന്നെ പല അപ്രോച്ച് നമ്മൾ സ്വീകരിക്കേണ്ടി വരും. ഇപ്പൊ നമ്മൾ സ്റ്റേറ്റ്മെന്റ് 1-നകത്ത് പോസിറ്റീവ് അപ്രോച്ചാണ് സ്വീകരിച്ചത്. പക്ഷെ 2-ഉം 3-ഉം 4-ഉം വരുമ്പോഴത്തേന് 3-ഉം 4-നകത്ത് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഇൻകൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു അപ്രോച്ചാണ് സ്വീകരിച്ചത്. അതായത് ഒരു ക്വസ്റ്റ്യനകത്ത് തന്നെ പല അപ്രോച്ച് സ്വീകരിക്കേണ്ടി വരും. അങ്ങനെ അതായത് ഇപ്പം നമ്മൾ പോസിറ്റീവ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യനകത്ത് നമ്മൾ പോസിറ്റീവ് അപ്രോച്ച് എല്ലാ ഓപ്ഷനകത്തും ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷെ ആ ഓപ്ഷൻ വേറെ കാര്യങ്ങളായിരിക്കും ഡിമാൻഡ് ചെയ്യുന്നത്. അതിനനുസരിച്ച് നമ്മൾ മൈൻഡിൽ അതിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കണം. ഇപ്പൊ ഇവിടെ കാരണം നമ്മളത് ചെയ്താകും. ഇപ്പൊ നിങ്ങൾ PYQ ഇനി ഇരുന്ന് ചെയ്യുമ്പോൾ ഈ രീതിയിൽ നിങ്ങളും കൂടെ ഒന്ന് ആലോചിക്കണം അറിയാത്ത ക്വസ്റ്റ്യൻസ്. അപ്പൊ നിങ്ങൾക്ക് പല ഉത്തരങ്ങൾ കിട്ടാൻ തുടങ്ങും. ഓക്കെ. ഇപ്പം രണ്ടാമത്തെ പറയുന്ന മണി ബിൽ ഷാൽ നോട്ട് ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അതിനകത്ത് ധാരണയില്ല. നമ്മൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിലോട്ട് വരണം. ദ രാജ്യസഭ ക്യാൻ എയ്തർ അപ്രൂവ് ദ ബിൽ ഓർ സജസ്റ്റ് ദ ചേഞ്ച് ബട്ട് കാനോട്ട് റിജക്ട് എന്ന് പറയുന്നത്. അതായത് രാജ്യസഭയ്ക്ക് അപ്രൂവ് ചെയ്യാം, ചേഞ്ചസ് സജസ്റ്റ് ചെയ്യാം, പക്ഷെങ്കിൽ റിജക്ട് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയുന്നു. ഓക്കെ ഫൈൻ. എന്നിട്ട് ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് വരുമ്പോഴത്തേക്കിന് അമെൻമെന്റ് ടു എ മണി ബിൽ സജസ്റ്റ് ബൈ ദ രാജ്യസഭ ഹാവ് ടു ബി അക്സെപ്റ്റഡ് ബൈ ദ ലോക്സഭ. അതായത് രാജ്യസഭ പറഞ്ഞ മാറ്റങ്ങൾ ലോക്സഭ അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ഹാവ് ടു ബി എന്നാണ് പറയുന്നത്. അപ്പോഴത്തേക്കിന് രാജ്യസഭയ്ക്ക് അവർ പവർ വന്നു. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് രാജ്യസഭയ്ക്ക് പവർ ഇല്ലെന്നാ. കാരണം റിജക്ട് ചെയ്യാൻ പറ്റത്തില്ല. റിജക്ട് ചെയ്യാൻ പവർ വേണമല്ലോ. അപ്പൊ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും നാലാമത്തെ സ്റ്റേറ്റ്മെന്റും വിപരീതമാണ് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു പവർ ഇല്ല, നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു പവർ ഉണ്ട്. അപ്പൊ 3ഉം 4 സ്റ്റേറ്റ്മെന്റ് ഒരിക്കലും ഒന്നിച്ചു പോകത്തില്ല. അപ്പൊ ഓപ്ഷൻ ഡി ഓൾറെഡി എലിമിനേറ്റ് ആയി പോകും. പിന്നെ നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് ബാക്കിയുള്ള A, B, C എന്ന് പറയുന്ന ഓപ്ഷനാണ് ഉള്ളത്. അതിനകത്ത് ഒന്നാമത്തെ ഓപ്ഷൻ നമ്മൾ പോസിറ്റീവ് അപ്രോച്ച് വെച്ച് ശരിയായിട്ടാണ് എടുത്തത്. സോ അപ്പോൾ അങ്ങനെ നമുക്ക് B എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അതായത് 2 and 3 എന്നുള്ള ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ബാക്കി പോയിട്ട് A and C എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് ഉള്ളത്. അപ്പം ഓൾറെഡി നമ്മൾ എന്താ പറയാ, ഇവിടെ ശരിയാണ്. കാരണം Aക്കും Cക്കും 2 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ അതിനകത്ത് കൂടുതൽ ആലോചിക്കേണ്ട പോലും ആവശ്യമില്ല. ബാക്കി വരുന്ന 3ഉം 4. അപ്പം 3ഉം 4ന്റെ അകത്ത് ഏതേലും ഒന്ന് ശരിയായിരുന്നല്ലോ. മനസ്സിലായോ? ഇപ്പൊ ഈ ക്വസ്റ്റ്യനകത്ത് ഒരെണ്ണം പറയുന്നതിന്റെ എതിരാണ് അടുത്ത പറഞ്ഞത്. അപ്പൊ ഇതിനകത്ത് 3ഓ 4ന്റെ അകത്ത് ഏതേലും ഒന്ന് ശരിയായിരുന്നു. സോ 4 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇതിനകത്ത് പിന്നീട് വരുന്നില്ല. അപ്പൊ നമുക്ക് 3 വരുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ, C. അപ്പൊ നമുക്ക് C ആയിട്ട് ആൻസർ ആയിട്ട് എടുക്കാം. അതേസമയം ഇവിടെ 1, 2, 3 അതേപോലെ 1, 2, 4 എന്നൊരു ഓപ്ഷൻ വന്നാൽ പിന്നെ നമ്മൾ കൺഫ്യൂസ്ഡ് ആയേനെ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? സോ അങ്ങനെ ഒരു കൺഫ്യൂഷന് ഇല്ലാതെ നമുക്ക് ഇവിടെ നേരിട്ട് ആൻസറിലോട്ട് എത്താൻ പറ്റും. സോ ഇങ്ങനെ പല ക്വസ്റ്റ്യനും ഇങ്ങനെ ആയിരിക്കും അത് ഫ്രെയിം ചെയ്തേക്കുന്നത്. അതെ, അതായത് നമ്മുടെ ഈ ഒരു സെഷൻ കൊണ്ട് നമ്മളിപ്പോ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അറിവ് മാത്രമല്ല, നമ്മുടെ ഒരു മൈൻഡ് കപ്പാസിറ്റിയും കൂടെ നോക്കി നമ്മുടെ കോമൺ സെൻസ് ഒക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു എക്സാം ആണ് സിവിൽ സർവീസസ് എക്സാം. ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ആ ഒരു മാക്സിമം MCQസും ഒക്കെ ചെയ്ത ലാംഗ്വേജ്, UPSCയുടെ ഒരു ലാംഗ്വേജ് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. വളരെ ഫോക്കസ്ഡ് ആയിട്ട് പോകുക. PYQ സാർ കൂടുതലും ചെയ്യാൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന കൂടുതലും PYQs ചെയ്യുന്ന ഏറ്റവും നല്ലത്. അതിനകത്ത് നിന്ന് കുറെ കോഡുകൾ നിങ്ങൾക്ക് കിട്ടും. ഇപ്പൊ എയിം എന്ന് പറയുന്ന വാക്കിന് ശേഷമുള്ളത് കൂടുതൽ ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾക്ക് എവിടെ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു ഐഡിയ PYQ കിട്ടത്തുള്ളൂ. ഇപ്പൊ ഞാൻ എടുത്തേക്കുന്ന ഫുൾ ക്വസ്റ്റ്യൻ PYQ ഇത് 2024 ചോദിച്ചേക്കുന്ന ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ വെച്ച് ബാക്കി മൊത്തം 2024 ഈ കഴിഞ്ഞ വട്ടം ചോദിച്ച ക്വസ്റ്റ്യൻസ് ആയിരുന്നു മൊത്തം. അപ്പൊ ഇത്ര സിമ്പിൾ ആയിരുന്നു. ഇനിയും ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് നമുക്ക് എടുക്കാൻ പറ്റും ഇതേ അപ്രോച്ചില്ല.
അപ്പൊ ഇപ്പൊ മേ, ക്യാൻ, മൈറ്റ്, ഓട്ടൊക്കെ വരുമ്പോൾ അത് ശരിയാവാനുള്ള സാധ്യതയുണ്ട്. നൺ, നെവർ, ആ മാൻഡേറ്ററി, സർ, അത് എവരി, ഈ ഇങ്ങനെയുള്ള ക്യാൻ്റെ ക്രിട്ടിക്കൽ കൂടെ സ്റ്റേറ്റ്മെന്റ്സ് യാ വരുമ്പോൾ തെറ്റാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഈ കോൺട്രഡിക്റ്റിംഗ് ക്യാൻ്റെ കൂടെ സ്റ്റേറ്റ്. ആ ക്യാൻ്റെ കൂടെ ഒരു എക്സ്ട്രീം സ്റ്റേറ്റ് വന്നു കഴിഞ്ഞാൽ സാർ പറഞ്ഞല്ലോ ശരിയാണെന്ന് വിചാരിക്കില്ലേ? ഉം, തെറ്റാൻ അതെ. ചാൻസ് കൂടുതലാണ്. നമ്മളത് ഈ ക്യാൻ അല്ലെ മേ, സം ഒക്കെ എൻവയോൺമെന്റ് ജോഗ്രഫി ക്വസ്റ്റ്യൻ്റെ അകത്ത് ഒരു 99% ശരിയാണ്. ഉം, കാരണം പരിസ്ഥിതിയെ സംബന്ധിച്ച് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പം തവളയ്ക്ക് പോയിസൺ ഇല്ലെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഒരുപാട് ഇനം ഉണ്ടല്ലോ. ഉം, ഉം. സോ അതെ. അങ്ങനത്തെ ഉള്ള ക്വസ്റ്റ്യൻ ആണ് ഇത് കൂടുതൽ ചോദിക്കുന്നത്. യെസ്. അപ്പൊ നമ്മുടെ ഒരു ലോജിക്കൽ തിങ്കിങ്ങും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. താങ്ക് യു ഷമീൻ, ഇത്രയും സർ താങ്ക് യു. സമയം ചിലവഴിച്ചതിന് പ്രത്യേകം നന്ദി. അബ്സല്യൂട്ടിന്റെ ഭാഗം തന്നെയാണ് ഷമീമും. അപ്പം സന്ദീപ് ബാക്ക് ടു ബാക്ക് 7 പ്രിലിംസ് പാസ്സായ ആളാണ്. സന്ദീപ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. നാളെയും വ്യാഴാഴ്ചയായിട്ട് നമ്മൾ ഒരു വർഷത്തെ കറണ്ട് അഫയേഴ്സിലെ കോർ ടോപ്പിക്സ് നമ്മൾ റിവൈസ് ചെയ്യും. നാളെ മോർണിംഗ് 7:30 to 10:30, 6:30 to 9:30 സെയിം ടൈം തന്നെയാണ് തേഴ്സ്ഡേയും. അപ്പൊ അത് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. ആ കണ്ടന്റ്, ഒരു വർഷത്തെ നമ്മുടെ കണ്ടന്റ് ഇപ്പൊ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്യുന്നതാണ്. അവിടെ നിന്ന് ഇടുക. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നിങ്ങളുടെ സെന്ററുകൾ ഏതൊക്കെയാണെന്ന് എനിക്കൊന്ന് വാട്സപ്പ് ചെയ്യണേ, അല്ലെ ടെലഗ്രാം ചെയ്യണം. നമ്മളുടെ നോട്ടീസ് കൊണ്ടുപോകുന്ന ആളുകൾക്ക് അതൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന എക്സാം സെന്റർ ഏതാണെന്ന് ഒന്ന് ഇടുക. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഹാവ് എ ഗുഡ് ഡേ. ബൈ.